നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ഒരു ട്രെൻഡായിരുന്ന ഒരു ഗൾഫ് ബൂമിന് ശേഷം ഇന്ന് വിദേശ കുടിയേറ്റം ലക്ഷ്യമിടുന്ന മലയാളികളുടെ അല്ലെങ്കിൽ മലയാളി കുടുംബങ്ങളുടെ മലയാളി യൂത്തിന്റെ ഒരു ഇഷ്ട ഡെസ്റ്റിനേഷനാണ് യൂറോപ്പ്. ചരിത്രത്തിന്റെ ഒരു കാലഘട്ടം വരെ, ഈ സമകാല ചരിത്രത്തിന്റെ ഒരു പ്രത്യേക കാലഘട്ടം വരെ തീർച്ചയായിട്ടും ക്രൈസ്തവ മൂല്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന സമാധാനപൂർണമായിട്ടുള്ള ഒരു അവസ്ഥ നിലനിന്നിരുന്ന ഒരു ഭൂഖണ്ഡം തന്നെയായിരുന്നു യൂറോപ്പ്. എന്നാൽ പ്രത്യേകിച്ച് ഒരു 2010, 2015 ഒക്കെ ആ ഒരു കാലഘട്ടത്തിൽ ആസൂത്രിതമായി ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നും ഉണ്ടായ ഒരു അഭയാർത്ഥി പ്രവാഹം, ചില കോണുകൾ സൃഷ്ടിച്ചെടുത്ത ഒരു അഭയാർത്ഥി പ്രവാഹം, അതിലൂടെ യൂറോപ്പിലേക്ക് കടന്നു വന്ന ഒരു തീവ്ര സ്വഭാവമുള്ള അഭയാർത്ഥികൾ, അവർ യൂറോപ്പിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ സൃഷ്ടിച്ച പ്രത്യാഘാതങ്ങൾ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. പലപ്പോഴും യൂറോപ്പിൽ നിന്നുള്ള പല റിപ്പോർട്ടുകളും നമുക്ക് നൽകുന്ന ഒരു സൂചന, ഒരു മൂന്നാംകിട ഒരു ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പോലും ഒരു നിലവാരം ഇല്ലാത്ത രീതിയിൽ പല യൂറോപ്യൻ തെരുവുകളും മാറിക്കഴിഞ്ഞിരിക്കുന്നു. ശരീഅത്ത് നിയമത്തിന് വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ അലയൊലികൾ യൂറോപ്പിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ശേഷം ഹമാസ് അനുകൂല ഒരു ട്രെൻഡ് യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ആഞ്ഞു വീശുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പതാക പോലും വീശിക്കൊണ്ട് ഭീകര സംഘടനയായ ഹമാസിന്റെ പോലും ഒരു പതാകകൾ യൂറോപ്പിന്റെ പല തെരുവുകളിലും ഇന്ന് നമുക്ക് തീർച്ചയായിട്ടും കാണുവാൻ സാധിക്കും. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ഒരു സാഹചര്യം നാം പരിശോധിക്കുമ്പോൾ വിദേശ കുടിയേറ്റം വളരെ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കേരളത്തിലെ ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിൽ മനം മടുത്ത് യൂറോപ്പിലേക്ക് കുടിയേറുന്ന നമ്മുടെ യുവജനത, പ്രത്യേകിച്ച് മലയാളി കുടുംബങ്ങൾ, മാറുന്ന യൂറോപ്പിന്റെ ഒരു പ്രത്യേക ഒരു പശ്ചാത്തലത്തിൽ എത്രത്തോളം സുരക്ഷിതരാണ്, യൂറോപ്പിന്റെ ഒരു ഭാവി എന്താണ് യൂറോപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നീ വിഷയങ്ങളാണ് ഇന്ന് ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ മെൽവിൻ വെള്ളക്കക്കുടിയിൽ, ഒപ്പം തന്നെ യുവജന പ്രതിനിധി ശ്രീ അമൽ സിറിയക്, ഒപ്പം ജർമ്മനിയിൽ നിന്ന് മാധ്യമപ്രവർത്തകൻ ശ്രീ ജോർജ് കുമ്പളവേലിയും പ്രതീക്ഷിക്കുന്നു. 3 പേർക്കും ഈ ഒരു ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ മെൽവിൻ, ഞാൻ നേരത്തെ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ പ്രത്യേകിച്ച് വിദേശ കുടിയേറ്റം ഒരു ട്രെൻഡായ ഒരു ഫാഷനായിട്ട് നമ്മുടെ മലയാളി സമൂഹത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ സാഹചര്യങ്ങൾ നമുക്കറിയാം. പല വിധത്തിലുള്ള ഒരു കഷ്ടതയിലൂടെ, ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഇന്നത്തെ യൂത്ത്, മലയാളി യൂത്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസികളായിട്ടുള്ള യുവജനത, അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വലിയ രീതിയിലുള്ള ഒരു കുടിയേറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഈ കേരളത്തിലെ സാഹചര്യം, ഈ മനം മടുത്ത് ഈ യൂറോപ്പിലേക്ക് എത്തുന്ന നമ്മുടെ യൂത്ത് അല്ലെങ്കിൽ നമ്മുടെ മലയാളി കുടുംബങ്ങൾ എത്രത്തോളം സുരക്ഷിതരാണ്? അത് 2 ആസ്പെക്റ്റിൽ, ഒന്ന് ഭൗതികമായ തലത്തിൽ നോക്കുമ്പോൾ, 2 ഒരു സ്പിരിച്വൽ തലത്തിൽ നോക്കുമ്പോൾ അവർ എത്രത്തോളം സുരക്ഷിതരാണ് യൂറോപ്പിന്റെ ഒരു മാറുന്ന ഒരു സാഹചര്യത്തിൽ? പ്രത്യേകിച്ച് ഇസ്ലാമിക ഭീകരവാദം പോലുള്ള പല പ്രതിസന്ധികളും യൂറോപ്പിന്റെ സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇവിടെ നിന്ന് പോകുന്ന നമ്മുടെ യൂത്ത്, മലയാളി കുടുംബങ്ങൾ എത്രത്തോളം അവിടെ ഒരു സേഫ് ആണ്? ഫാദർ മെൽവിൻ. ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ ഒരു യൂറോപ്യൻ കുടിയേറ്റം. അതോടൊപ്പം യൂറോപ്പിലെ ഒരു അരക്ഷിതാവസ്ഥയും, പ്രത്യേകിച്ച് UK പോലുള്ള രാജ്യങ്ങളിലേക്ക് ഈ കഴിഞ്ഞ നാളുകളിൽ നടന്ന വലിയൊരു കുടിയേറ്റം, നമ്മളുടെ നാട്ടിൽ നിന്ന് പോലും ഉണ്ടായിട്ടുള്ള വലിയൊരു കുടിയേറ്റം, അതിനപ്പുറമായിട്ട് വിവിധ രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് യുദ്ധങ്ങൾ നടന്ന രാജ്യങ്ങളിൽ നിന്ന് ഇസ്ലാം റിലീജിയനെ ബേസ് ചെയ്തുകൊണ്ട് UK, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നടന്ന കുടിയേറ്റം. അപ്പൊ ഇത് പല ആസ്പെക്റ്റിൽ ഇത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. നമ്മൾ ഒരുപാട് കുടുംബങ്ങൾ മുൻപും യൂറോപ്പിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ഒരു 5 വർഷത്തെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഒരു പഴയ സാഹചര്യം പാടെ മാറിയിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. യൂറോപ്പിലുള്ള UK-യിലുള്ള പല കുടുംബങ്ങളായിട്ട് സംസാരിക്കുമ്പോൾ, ഒന്ന്, വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫ് അവിടെ നയിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് ഈ കൊറോണയ്ക്ക് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ രൂപപ്പെട്ടതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പോപ്പുലേഷൻ, ഒരു മൈഗ്രേഷൻ നിരക്ക് യൂറോപ്പിന് അല്ലെങ്കിൽ UK-ക്കൊക്കെ താങ്ങാവുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നുവെന്ന് പൊതുസമൂഹം ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിട്ട് മാറി. തീർച്ചയായിട്ടും നമ്മളുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ തൊഴിലില്ലായ്മ, വിദ്യാഭ്യാസത്തിനനുസരിച്ച് ഇവിടെ അവർക്ക് തൊഴിൽ ലഭിക്കാത്തൊരു സിറ്റുവേഷൻ, അതാണ് ഒരു പ്രൈമറി തിങ് ആയിട്ട് ഈ ഒരു
മൈഗ്രേഷന് കാരണമായിട്ട് നമുക്ക് കാണാൻ പറ്റുക. അതോടൊപ്പം ഒരു സാമൂഹ്യ അരക്ഷിതാവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഇവിടെ ഒരിക്കലും തൊഴിൽ കിട്ടുന്നില്ല. ഇവിടെ ഒട്ടും നമ്മുടെ നാട്ടിലും സേഫ് അല്ല എന്നുള്ളൊരു പൊതുചിന്ത, ഒരു ട്രെൻഡ് ക്രിയേഷൻ നമ്മുടെ നാട്ടിൽ നടന്നു. അങ്ങനെയാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് ഒരു 4-5 വർഷങ്ങളായിട്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു ഒരു മൈഗ്രേഷൻ, അത് സ്റ്റുഡന്റ് വിസയിലും തൊഴിൽ വിസയേക്കാൾ കൂടുതലായിട്ട് സ്റ്റുഡന്റ് വിസയിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ രണ്ട് ആസ്പെക്റ്റുകൾ എന്നോട് ചോദിക്കുമ്പോൾ, സാമൂഹ്യപരമായിട്ടും അവരുടെ വിദ്യാഭ്യാസപരമായിട്ടും അവരവരുടെ സുരക്ഷിതരാണോ എന്ന് ചോദിക്കുമ്പോൾ, നിലവിൽ UK-യിലടക്കം നിലവിൽ വന്നിട്ടുള്ള ചില നിയമങ്ങൾ, അത് പാർട്ട് ടൈം ജോബുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ വന്നിട്ടുള്ള നിയമങ്ങൾ അവരുടെ ജീവിതത്തെ ഭയങ്കരമായിട്ട് അരക്ഷിതാവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട്. അത് യൂറോപ്യൻ രാജ്യങ്ങളിൽ പലതും ഈ ഇത്തരത്തിലുള്ള മൈഗ്രേഷൻ ലോസ് അവിടുത്തെ പാർലമെന്റുകളും അസംബ്ലികളും പാസ്സാക്കിക്കൊണ്ടിരിക്കുന്നു. കാനഡയിൽ 24 അവേഴ്സ് ആയിട്ട് അവരുടെ പാർട്ട് ടൈം വർക്കിംഗ് ടൈം കുറച്ചു എന്നുള്ളത് നമ്മളുടെ ഒരുപാട് കുട്ടികളുടെ അരക്ഷിതാവസ്ഥയുണ്ട്. ഇനി ഒരു തിരിച്ചുവരവ്, ഇത്തരത്തിൽ മൈഗ്രേറ്റ് ചെയ്ത കുട്ടികൾ ബൾക്കായിട്ട് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ എത്രയും പെട്ടെന്ന് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. UK-യിലാണെങ്കിലും ഇത്തരത്തിൽ പാർട്ട് ടൈം ജോബ് ടൈം വളരെയധികം റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. മൈഗ്രേഷൻ നിയമങ്ങൾ, ഫാമിലി മൈഗ്രേഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ലോസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുവന്നത് തീർച്ചയായിട്ടും ഒരു അരക്ഷിതാവസ്ഥ അവരുടെ ലൈഫിനെ സംബന്ധിച്ച് സൃഷ്ടിക്കപ്പെടാൻ ഇടയാക്കിയിട്ടുണ്ട്. PR കിട്ടി അവിടെ സെറ്റിൽഡ് ആയ ഫാമിലിയെ സംബന്ധിച്ച് ഒരു പക്ഷേ അവർ സുരക്ഷിതമായിട്ട് മുന്നോട്ട് പോകുന്നെങ്കിലും, സ്റ്റുഡന്റ് വിസയിൽ ഇപ്പോൾ നമ്മളുടെ കുട്ടികൾ അവിടെ ഉള്ളവർ യാതൊരു തരത്തിലും അവരുടെ ഭാവിയെ സംബന്ധിച്ച് ഒരു സേഫ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. രണ്ടാമത്തെ തലം, ഈ സൂചിപ്പിച്ചതുപോലെ ഒരു ആത്മീയ തലം, അതോടൊപ്പം അവരുടെ ഒരു ഇന്റേണൽ സുരക്ഷയെ സംബന്ധിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ, ഒരു ഇസ്ലാമൈസേഷന്റെ വല്ലാത്തൊരു കടന്നുകയറ്റം ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് UK-യിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത് വേൾഡ് വൈഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. കേരളത്തിലും വളരെ ശക്തമായിട്ട് ഇതിന്റെ തരംഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, പല വിധേന കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. യുദ്ധങ്ങൾ ഒരുപക്ഷെ മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെടുന്നതോ അല്ലാത്തതോ ആകാം. ഒരു നാടിനൊരു കൾച്ചർ ഉണ്ട്, പക്ഷെ ആ കൾച്ചറിനെ മാറ്റിമറിക്കത്തക്ക വിധം ഒരു ഇൻവേഷൻ നടക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യപ്പെടും. അതാണ് ഇന്ന് യൂറോപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഓൺ കൾച്ചർ സ്വാഭാവികമായിട്ടും ചേഞ്ച് ചെയ്യപ്പെടുന്നു, അത് ഡൊമിനേറ്റ് ചെയ്യപ്പെടുന്നു, അത് ഇൻവൈറ്റ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് ചർച്ചയിലേക്ക് വരും. യൂറോപ്യൻ പാർലമെന്റും അതോടൊപ്പം യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഈ ഒരു വിഷയത്തെ വളരെ ഗൗരവതരമായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. UK പാർലമെന്റിൽ കഴിഞ്ഞ നാളുകളിൽ നടന്ന ചർച്ചകള്, നിരീക്ഷണങ്ങള്, അവിടുന്ന് വന്ന് തന്നെ വരുന്ന പ്രക്ഷോഭങ്ങൾ, പ്രതികരണങ്ങൾ, ഇതൊക്കെ അവിടുത്തെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിലും ആത്മീയ അന്തരീക്ഷത്തിലും കൾച്ചറൽ ആയിട്ടുള്ള അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ഇൻവേഷനെ സംബന്ധിച്ചുള്ള അവരുടെ വലിയ വേദന വെളിവാക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ രണ്ടു തരത്തിലും നമ്മളുടെ കുട്ടികൾ അവിടെ സുരക്ഷിതരാണെന്ന് എനിക്ക് തോന്നുന്നില്ല നിലവിലെ സിറ്റുവേഷൻ അനുസരിച്ച്. കാരണം ഒരു കാലത്ത് ഏറ്റവും സേഫ്, വളരെ മോഡറേറ്റ് എന്ന രീതിയിൽ കണ്ടുകൊണ്ടിരുന്ന യൂറോപ്യൻ കൾച്ചർ ഇന്ന് അങ്ങനല്ല. അത് വല്ലാതെ ചേഞ്ച് ചെയ്യപ്പെടുന്നു. അവിടെ ഭീകരാവസ്ഥകൾ സൃഷ്ടിക്കപ്പെടുന്നു, അക്രമങ്ങൾ ഉണ്ടാകുന്നു, പരസ്പരം പോരടിക്കുന്ന അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടാകുന്നു. നാട്ടിലിറങ്ങിയുള്ള പ്രക്ഷോഭങ്ങളൊന്നും UK-യിലൊന്നും ഒരിക്കലും കാണുന്നതായിരുന്നില്ല. നിരത്തിലിറങ്ങിയുള്ള പ്രക്ഷോഭങ്ങളൊന്നും. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എത്ര പ്രക്ഷോഭങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഒരു കൾച്ചറലി ടോട്ടലി ചേഞ്ച് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവിടെയുള്ള നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ജോബിന്റെ കാര്യത്തിലാണെങ്കിലും സ്റ്റുഡന്റ് വിസയിൽ ഇവിടുന്ന് വലിയ പൈസ ലോൺ എടുത്ത് പോയിട്ടുള്ള നമ്മളുടെ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഭാവി തുലാസിലാണെന്നാണ് എനിക്ക് ഒരു പൊതുവായിട്ടുള്ള ഇവാലുവേഷൻ ഉള്ളത്. ഓക്കെ, ഒപ്പം തന്നെ ഫാദർ മെൽവിൻ, അങ്ങ് പറഞ്ഞു നിർത്തിയൊരു ഒരു പോയിന്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ അങ്ങ് സൂചിപ്പിച്ചു ഒരു വലിയ രീതിയിലുള്ള ഒരു റിട്ടേൺ ഈ പറയുന്ന രാജ്യങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങളുടെ ഭാഗത്തു നിന്ന് വരാനുള്ള എല്ലാ സാധ്യതകളും അങ്ങ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ ഈ കേരള സമൂഹത്തിൽ അത് സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഭയാനകമല്ല. നേരത്തെ അങ്ങ് പറഞ്ഞൊരു പോയിന്റാണ്, അതായത് വലിയ രീതിയിലുള്ള വലിയ തുകകളൊക്കെ ലോൺ എടുത്തിട്ടാണ് ഇവർ പലരും ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഒക്കെ കുടിയേറുന്നത്. അപ്പോൾ ഭാവി ഒരു തുലാസിലായി ഇവർ ഇത്തരത്തിലൊരു തിരിച്ചു വന്നു കഴിഞ്ഞാൽ അത് ഈ കേരള സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു സാമൂഹ്യപരമായിട്ടും കുടുംബപരമായിട്ടും ഒരു സൈക്കോളജിക്കലായിട്ടും ഈ പറയുന്ന കുടുംബങ്ങളിലും ഈ പറയുന്ന വ്യക്തികളിലും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അരക്ഷിതാവസ്ഥ വളരെയധികം ഭയാനകമായിരിക്കില്ലേ ഫാദർ മെൽവിൻ? തീർച്ചയായിട്ടും ഈ ഒരു വിഷയം ഇനി നമ്മൾ അഡ്രസ് ചെയ്യേണ്ട വലിയൊരു വിഷയമായിട്ട് കടന്നു വരും. അത് സഭയാണെങ്കിലും അതോടൊപ്പം കേരള സമൂഹമാണെങ്കിലും ഈ ഒരു വിഷയത്തെ ഫേസ് ചെയ്യേണ്ടി വരുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് കാനഡയിൽ നിന്ന് ഒരു റിട്ടേൺ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
അവിടെയുള്ള പല കുട്ടികളായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഈ 24 അവേഴ്സ് വർക്കിംഗ് അവേഴ്സ് ആയിട്ട് ചുരുക്കിയതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഭയങ്കരമാണ്. കാരണം ഒരു തരത്തിലും അവർക്ക് എടുത്ത ലോൺ അടച്ചു പോകാൻ നിലവിൽ സാഹചര്യമില്ല. താമസിക്കാനുള്ള സംവിധാനങ്ങൾ പോലും വളരെ മിനിമൽ ആണ്. എങ്ങനെയെങ്കിലും അവർ തിരിച്ചു പോന്നാ മതി, ഇനി ആരും അങ്ങോട്ട് വരരുതേ എന്ന് അഭ്യർത്ഥിക്കുന്ന സിറ്റുവേഷൻ പോലും കാണാൻ ഇടയായിട്ടുണ്ട്. കേരളത്തിലേക്ക് ഇവർ തിരിച്ചു വന്നാൽ എങ്ങനെ ഇവരെ അക്കോമഡേറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ വലിയ ഭീതിയുണ്ട്. കാരണം വീടും സ്ഥലവും അവർക്കുള്ള സകല സംവിധാനങ്ങളെയും ഈട് വെച്ചിട്ടാണ് പലരും ലോൺ എടുത്ത് പോയിട്ടുള്ളത്. അതും പാർട്ട് ടൈം ജോബ് എന്ന് പറയുന്ന ഒറ്റ ഓപ്ഷനെ മുൻനിർത്തിയിട്ടാണ് സ്റ്റുഡന്റ് വിസയിൽ അവർ കയറിയിട്ടുള്ളത്. പഠിക്കാൻ വന്നവർ പഠിച്ചാൽ മതി എന്നുള്ള നിലപാട് സ്വാഭാവികമായിട്ട് ഈ രാജ്യങ്ങൾ എടുക്കുമ്പം അവരുടെ ഷോർട്ട് ഓക്യുപ്പേഷൻ ലിസ്റ്റ് ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നുമില്ല. അത് കംപ്ലീറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുമില്ലാത്ത അവസ്ഥയിലാണ് ഒരുപക്ഷെ ഗവൺമെന്റ് ഈ നയങ്ങൾ സ്വീകരിച്ചു വരുന്നത്. പക്ഷെ അവർ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവരെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും, അവരെങ്ങനെ ഈ ഒരു കടത്തെ മീറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും സഭ ഇനി ഗൗരവതരമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സെറ്റിൽ ചെയ്യാനുള്ള വഴികൾ ആലോചിക്കണം. ഇവർക്ക് നല്ല കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരും. വലിയ നിരാശ ഇവിടെ സൃഷ്ടിക്കപ്പെടാൻ, യെസ്, യെസ്. ഈ കുട്ടികളുടെ ഇടയിൽ സൃഷ്ടിക്കപ്പെടാൻ വലിയ സാധ്യതയുണ്ട്. ഇത് നമ്മൾ മുൻകൂറായിട്ട് ചർച്ച ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. ഓക്കെ, വളരെ വ്യക്തമാണ്. തീർച്ചയായിട്ടും വളരെ ഒരു ഗൗരവകരമായിട്ടുള്ളൊരു ഒരു വിഷയമാണ് ഭാവിയിൽ തീർച്ചയായിട്ടും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അതിനെ ഒരു ടാക്കിൾ ചെയ്യാൻ ഉതകുന്ന ചർച്ചകളിലേക്കൊക്കെ പൊതുസമൂഹം കടക്കേണ്ടിയിരിക്കുന്നു. ശ്രീ അമൽ ശ്രീക്ക്, നമ്മൾ അച്ഛൻ സൂചിപ്പിച്ച വളരെ ഒരു ഭയാനകമായിട്ടുള്ളൊരു പ്രതിസന്ധിയാണ് കേരള സമൂഹം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ തീവ്രവാദം ശക്തിപ്പെട്ട രാജ്യങ്ങളിൽ നിന്നും യൂറോപ്പിലേക്ക് കടന്നു വന്ന ഒരു അഭയാർത്ഥി പ്രവാഹം അതുണ്ടാക്കിയ ഒരു ദുരന്ത ഫലങ്ങളിലൂടെയാണ് ഇന്ന് യൂറോപ്പ് മാത്രമല്ല, ഈ നമുക്കറിയാം യൂറോപ്പിൽ സംഭവിക്കുന്നതിന്റെ അലയൊലികൾ ഇങ്ങ് കേരളത്തിലെ കൊച്ചു ഗ്രാമത്തിൽ പോലും അത് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ യൂറോപ്പുമായിട്ടുള്ള ബന്ധപ്പെട്ട പല വിഷയങ്ങളും നമ്മൾ ഈ ഒരു ഡിസ്കഷൻ പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. അപ്പോൾ യൂറോപ്പിനെ തകർക്കുക, അതായത് വളരെ സമത്വസുന്ദരമായ അല്ലെങ്കിൽ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം നിലനിന്നിരുന്ന, ക്രൈസ്തവ മൂല്യങ്ങൾ നിലനിന്നിരുന്ന, നമ്മൾ സ്പിരിച്വൽ ആംഗിളിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരു ഫാക്ടറി ഓഫ് സെയിൻസ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ യൂറോപ്പിനെയൊക്കെ വിശേഷിപ്പിക്കാം. ആ ഒരു ഭൂഖണ്ഡത്തെയാണ് കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയോടുകൂടി കൃത്രിമമായി എന്ന് വേണമെങ്കിൽ നമുക്ക് തന്നെ വിശേഷിപ്പിക്കാം സൃഷ്ടിച്ചെടുത്ത ഒരു അഭയാർത്ഥി പ്രവാഹം, വ്യക്തമായ അജണ്ടയോടുകൂടി സൃഷ്ടിച്ചെടുത്ത അഭയാർത്ഥി പ്രവാഹത്തിലൂടെ ഒരു നാടിനെ ചിലർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതാണ്. നേരത്തെ നമുക്കറിയാം, നമുക്ക് ലോക ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ വാളിലൂടെ അല്ലെങ്കിൽ ആയുധങ്ങളിലൂടെയൊക്കെയായിരുന്നു ഈ നാട്ടിനെ അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങളെയൊക്കെ കീഴടക്കിയിരുന്നത്. എന്നാൽ ഇന്ന് ഈ ആയുധത്തിന്റെ രൂപത്തിൽ ഒരു പ്രദേശത്തെ കീഴടക്കിയ സ്ഥാനത്ത് മറ്റ് ചില അജണ്ടയോട് കൂടി തന്നെയല്ലേ ഇക്കൂട്ടർ ഒരു പ്രദേശത്തെ, അല്ലെങ്കിൽ യൂറോപ്പ് പോലെയുള്ള ക്രൈസ്തവ മൂല്യങ്ങൾ നിലനിന്നിരുന്ന ഒരു രാജ്യത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ശ്രീ അമൽ. തീർച്ചയായിട്ടും അത് ഇതിന്റെ ഒരു സൂചനകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നോ ഇന്നലകളിലോ തുടങ്ങിയതല്ല. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രൂപപ്പെട്ട് വന്നിരിക്കുന്ന കുറെ സൂചനകളെല്ലാം തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ അതൊന്നും തന്നെ കൃത്യമായി മനസ്സിലാക്കാനായിട്ട് ആ യൂറോപ്യൻ രാജ്യങ്ങളിലെ നേതൃത്വത്തിനോ അല്ലെങ്കിൽ അവിടെയുള്ള പ്രഗത്ഭരായ വ്യക്തികളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാഷ്ട്രീയക്കാരാകട്ടെ, സാമൂഹിക പ്രവർത്തകരാകട്ടെ, അവർക്കൊന്നും തന്നെ അതിനെ മനസ്സിലാക്കാൻ സാധിച്ചില്ലെന്നോ, അല്ലെങ്കിൽ അവരുടേതായ എന്തെങ്കിലും സ്വന്തമായ വ്യക്തി താല്പര്യങ്ങൾക്ക് പ്രചോദനമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അവരിലേക്ക് എത്തിയപ്പോൾ അവരതിലേക്ക് അടിമപ്പെട്ടെന്നും വേണം നമുക്ക് ചിന്തിക്കാനായിട്ട്. ഞാനിത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഈ നമ്മുടെ ലിബിയയുടെയൊക്കെ ഒരു മുൻ നേതാവായിരുന്ന അവിടുത്തെ മുഅമ്മർ ഗദ്ദാഫി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു സൈനികനായിരുന്നു. മാത്രമല്ല സ്വന്തമായ ഒരു വിപ്ലവമൊക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് വന്നൊരു വ്യക്തിയൊക്കെയാണ്. അദ്ദേഹം പണ്ടേ ഒരു സൂചന തന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ 2011 പുള്ളി മരിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. അതായത് യൂറോപ്പ് ഞങ്ങൾ കീഴടക്കും, അത് ബ്ലഡ്ഷെഡ്, അതായത് ചോര കൊണ്ടല്ല, അല്ലാതെ തന്നെ ഞങ്ങൾ യൂറോപ്പ് ഒക്കെ സമാധാനപരമായിട്ട് തന്നെ കീഴടക്കും എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേട്ടുള്ളതാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ തന്നെ പൊതു ശ്രദ്ധയിലേക്ക്, അതായത് ലോകത്തിന് ശ്രദ്ധയിലേക്ക് തന്നെ അനേക വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വന്നിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ടോ നമ്മളിന്ന് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ശ്രദ്ധിക്കാത്തതിന്റെ മറ്റൊരു തലം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള ഈ ഇപ്പം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏത് വിഷയമാണോ കേൾക്കുന്നത്, അതായത് അദ്ദേഹത്തിന് മുമ്പിലേക്ക് വരുന്ന വിഷയത്തെയാണ് അവർ ശ്രദ്ധിക്കുന്നത്. ഇതേസമയം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പലപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ ഇച്ചിരി തിരക്ക് പിടിച്ച രാജ്യങ്ങൾ എന്ന് വേണം പറയാനായിട്ട്. മാത്രമല്ല ഇച്ചിരി സയന്റിഫിക് ആയിട്ടും മറ്റു കാര്യങ്ങൾ ടെക്നോളജി ബേസിലൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ
അവിടെ പലപ്പോഴും ഈ സോഷ്യൽ ആയിട്ടുള്ള ഇമ്പാക്റ്റുകളെ പറ്റി ഒന്നും അധികം ഈ നേതൃതലങ്ങളിൽ നിൽക്കുന്നവര് അല്ലെങ്കിൽ പഠനവിധേയമായിട്ടുണ്ടോ അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഈവൻ പോലും അവിടെ നമ്മളിപ്പം ഒരു ജോലിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാണെങ്കിൽ പലപ്പോഴും സോഷ്യലി നടക്കുന്ന സംഭവങ്ങളെ പറ്റി അവരും അത്രമാത്രം ഗ്രാഹ്യം ഉണ്ടാവണമെന്നില്ല. ഇത് തന്നെ ആയിരിക്കണം ചിലപ്പോൾ യൂറോപ്പിലൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അതായത് യൂറോപ്പിന് പുറത്ത് യൂറോപ്പിനെ പറ്റി നടത്തുന്ന കാഴ്ചപ്പാടുകളോ അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് നടത്താൻ പോകുന്ന ശ്രമങ്ങളെ പറ്റി ഒന്നും തന്നെ അവർ അത്രമാത്രം ചിലപ്പോൾ ശ്രദ്ധയിലേക്ക് അതായത് വന്നിട്ടില്ലായിരിക്കണം എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു വീഴ്ച അവരുടെ ഇടയിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഈ അഭയാർത്ഥി പ്രവാഹം. ഒരു അഭയാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എങ്ങും കൂരയില്ല, അല്ലെങ്കിൽ മറ്റാരോ അവനെ ദ്രോഹിക്കുകയോ അല്ലെങ്കിൽ അടിച്ചിറക്കി വിടുകയോ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വന്നെത്തിപ്പെടുന്നവൻ എന്ന രീതിയിലുള്ള അർത്ഥത്തിലാണ് അഭയാർത്ഥി എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിലിടയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആ പ്രശ്നങ്ങൾക്ക് വ്യക്തമായി അറബി രാജ്യങ്ങളിലേക്ക് അഭയം പ്രാപിക്കാതെ അതേസമയം പെട്ടെന്ന് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അഭയം പ്രാപിക്കുന്ന രീതിയിലേക്ക് ആൾക്കാർ വരുമ്പോൾ അതിന് പിന്നിലുള്ള അജണ്ടകൾ എന്താണെന്നോ അവരുടെ ലക്ഷ്യം എന്താണെന്നോ അവര് എന്ത് പ്രശ്നം മൂലമാണ് ഇങ്ങോട്ട് വരണമെന്നോ ഒന്നും കൃത്യമായ ഒരു പഠനം അവിടെ നടത്താതെ തന്നെ ചുമ്മാ കയറ്റി താമസിപ്പിക്കുക എന്ന രീതിയിലേക്കുള്ള ഒരു പോളിസിയാണ് യൂറോപ്പൊക്കെ സ്വീകരിച്ചത്. അപ്പൊ അത് തന്നെയാണ് ഇന്ന് യൂറോപ്പ് അനുഭവിക്കുന്ന വലിയ പ്രധാനപ്പെട്ട ഒരു വിപത്ത് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ തീർച്ചയായിട്ടും അത്രമാത്രം സ്ക്രൂട്ടനൈസ് ചെയ്യാതെ അല്ലെങ്കിൽ എന്താണ് ഇവരുടെ പിന്നിൽ സംഭവിച്ച കാര്യം എന്നൊന്നും കൃത്യം മനസ്സിലാക്കാതെ ഇവരാരാണ്, എന്താണ്, എന്തെങ്കിലും അജണ്ടയുണ്ടോ അതിനെ അഡ്രസ് ചെയ്യാതെ ഒരു അഭയാർത്ഥി എന്ന ടൈറ്റിലേക്ക് എല്ലാവരെയും പിടിച്ച് അങ്ങോട്ട് എന്താ പറയുക സ്വീകരിച്ച ഒരു അവസ്ഥാവിശേഷമാണ് നമ്മൾ കണ്ടത്. ഇനി മാത്രമല്ല ഇവിടെ സംഭവിക്കാൻ പോകുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ ഈ വിശ്വാസ തലത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് യൂറോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ അന്തരീക്ഷത്തിൽ വളർന്നു വന്നത് കൊണ്ട് തന്നെ കുറെ സമാധാനവും ശാന്തമായ ഒരു അന്തരീക്ഷം അവർക്ക് വന്നു ഭവിച്ചു. ഈ വന്നു ഭവിച്ച ആ ഒരു സ്വാതന്ത്ര്യവും സമാധാനവും ഒക്കെ പിന്നീട് അവരുടേതായ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാണെന്ന് കരുതിക്കൊണ്ട് അവര് കൃത്യമായി റിലീജിയനൊക്കെ അല്പം മാറ്റി വെച്ചുകൊണ്ടാണ് പിന്നീട് ജീവിതത്തിലേക്ക് അവർ പോകുന്നത്. ഈവൻ പോലും നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ നടക്കുന്നത്, അതായത് നമ്മൾ സംരക്ഷണബോധം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സംരക്ഷിതരാണ്, സുഖമായി ജീവിക്കുന്നു എന്നൊരു തോന്നലുണ്ടെങ്കിൽ പിന്നെ ദൈവത്തെ വിളിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ദൈവത്തിനെ വിളിക്കേണ്ടതായിട്ട് ഒരു ആവശ്യത്തിലേക്ക് പോലും പലപ്പോഴും ആൾക്കാർ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റൈൽ ഇതെല്ലാം ഇവിടെ ഓൾറെഡി ഉള്ളതാണ്, അല്ലെങ്കിൽ ഇതാണ് ഹ്യൂമൻ മൈൻഡ്, ഇതാണ് ഹ്യൂമൻ നേച്ചർ എന്ന രീതിയിലേക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് അവർ പോവുകയും അതേസമയം മറ്റൊരു തലത്തിൽ നിന്ന് കുറെ ആൾക്കാർ വന്നിട്ട് വ്യത്യസ്തമായ ആശയങ്ങളിൽ അവിടെ പ്രചരിപ്പിക്കാനും അടിച്ചേൽപ്പിക്കാനും ശ്രമിക്കുന്ന സമയത്ത് അതിനെ എതിർക്കാൻ സാധിക്കാതെയോ അല്ലെങ്കിൽ കൃത്യമായി അതിനെ അഡ്രസ് ചെയ്യാൻ സാധിക്കാതെയോ പോകുന്ന ഒരു ജനസമൂഹമായി ഇപ്പൊ യൂറോപ്പ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ക്രിസ്ത്യൻ ഫെയ്ത്തിൽ വരാൻ പോകുന്ന ഒരു വലിയ വീഴ്ചയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ഒരു മതപഠനശാലകളോ അല്ലെങ്കിൽ മതാന്തരീക്ഷമോ അല്ലെങ്കിൽ ഒരു ലിബറൽ ചിന്താഗതി വിട്ടുകൊണ്ട് ഒരു ക്രിസ്തീയ ഒരു എന്താ പറയാ നമ്മുടെ ആ ഒരു ബൈബിൾ ബേസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് സമാധാനം ബേസ് ചെയ്തുകൊണ്ടോ ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു പഠന സംവിധാനം അവിടെ യൂറോപ്പില് കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ പലപ്പോഴും ഇവർ അഡ്രസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇപ്പോഴുള്ള സാമൂഹ്യമായ ലിബറൽ ചിന്താഗതിയിലുള്ള വിഷയങ്ങൾ വെച്ചുകൊണ്ടാണ് ഇവർ അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങളെ അവർ കൃത്യമായി മനസ്സിലാക്കാൻ പോകുന്നത്, അതായത് ഒരു റിലീജിയൻ ആസ്പെക്റ്റീവ് വരുന്ന ഒരു കാര്യത്തെ പലപ്പോഴും സോഷ്യലായിട്ട് അവർ അഡ്രസ് ചെയ്യാൻ പോകുമ്പോൾ കൃത്യമായിട്ട് അവിടെ വലിയൊരു ഡിവിഷനാണ് ഉണ്ടാകുന്നത്. അപ്പം എന്താണ് ഇതിന്റെ പിന്നാമ്പുറ ലക്ഷ്യം എന്നൊന്നും തന്നെ കൃത്യമായി മനസ്സിലാക്കാതെ നമ്മള് ആഴത്തിലേക്ക് വരാതെ പുറമേന്ന് ഇതിനെ അഡ്രസ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ മതത്തെ പഠിക്കാതെ സോഷ്യലി നമുക്ക് അതിന് പരിഹാരം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പം ഇതിന്റെയൊക്കെ പിന്നാമ്പുറ കാര്യങ്ങളെ പറ്റി കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കാതെ പോയതാണ് യൂറോപ്പിന്റെ ഒരു വീഴ്ചയും നാളെ നമ്മുടെ നാട്ടിലും വരാൻ പോകുന്ന ഒരു വീഴ്ചയും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇന്നിപ്പം യൂറോപ്പിന്റെ സുരക്ഷിതത്വവും അവിടുത്തെ സംരക്ഷണവും അവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥയൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ ആൾക്കാരെല്ലാം യൂറോപ്പ് പോലെയുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. പക്ഷെ സംഭവിക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാം ഇത്തരത്തിലുള്ള രാജ്യങ്ങളെല്ലാം ടാക്സില് കൂടുതലായിട്ട് ഇമ്പോസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ടാക്സ് ആണ് അവിടെ കൂടുതലായിട്ട് ഇമ്പോസ് ചെയ്യുന്നത്. ടാക്സിനെ മറികടന്ന് വേണം പിന്നെ നമുക്ക് അവിടെ പ്രോഫിറ്റ് നേടാനായിട്ട്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു ഗവൺമെന്റ് ബോഡി പെട്ടെന്നൊരു ടാക്സ് നിശ്ചയിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇന്നിപ്പോ സ്റ്റുഡന്റ് വിസയിലും മറ്റുമൊക്കെ ആയിട്ടും അവിടെ ഒരു സ്ഥിരമായ ഒരു പെർമനന്റ് ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതെ നിൽക്കുന്നവരുടെ ഇടയിലേക്ക് ഈ ടാക്സ് എന്ന് പറയുന്ന സംവിധാനത്തിൽ വരുന്ന മാറ്റങ്ങൾ അവർക്ക് അവിടെ നിൽക്കക്കളി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറ്റിയേക്കാം. അപ്പം നമ്മളെ സംബന്ധിച്ചോളം ഇവിടുന്ന് ഇപ്പൊ ലക്ഷങ്ങൾ 10 ലക്ഷം 20 ലക്ഷം 30 ലക്ഷം ഒക്കെ മുടക്കി അവിടെ വിദേശത്ത് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം 1 വർഷം കൊണ്ട് തിരിച്ചു വരിക അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് തിരിച്ചു വരിക എന്ന് ഉദ്ദേശിച്ചിട്ടല്ല പോകുന്നത്. കുറച്ച് വർഷങ്ങളെങ്കിലും, അതായത് അവൻ തിരിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു 5, 6, 7, 8, 10 വർഷമെങ്കിലും മിനിമം അവിടെ നിൽക്കണം, അവിടുന്ന് സമ്പാദിച്ച് തിരിച്ചു വരണം എന്നൊരു ആഗ്രഹമെങ്കിലും ഉള്ളിലുള്ളവനായിരിക്കും.
പക്ഷേ ഇപ്പം ഓരോ വർഷം അല്ലെങ്കിൽ കാലാകാലങ്ങളായിട്ട് അടുത്തടുത്ത് ഈ ടാക്സുകളിൽ വരുന്ന മാറ്റങ്ങളും ഗവൺമെന്റ് നിയമങ്ങളിൽ വരുന്ന മാറ്റങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് മുന്നോട്ടുള്ള അവന്റെ പോക്കിന് അല്ലെങ്കിൽ മുന്നോട്ട് അവിടെ നിലനിൽക്കാനായിട്ട് അല്ലെങ്കിൽ ജീവിക്കാനായിട്ടുള്ള ഒരു അവസ്ഥയിൽ ആണ് ഈ ഒരു വിഷയം കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. ഇപ്പൊ പഠിക്കാനായിട്ട് ഒരു വ്യക്തി സ്റ്റുഡന്റ് വിസയിൽ പോയി പഠനശേഷം അവന് വേണമെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു വരിക, ആ ഒരു പോളിസി ആയിരിക്കാം ഗവൺമെന്റിന് മുമ്പിലുള്ളത്. പക്ഷെ ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അവന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠനം കഴിഞ്ഞ് അവിടെ നിന്ന് വരുമാനം ഉണ്ടാക്കി തിരിച്ചു വരിക, അതേസമയം പഠനത്തോടൊപ്പം തന്നെ വരുമാനം ഉണ്ടാക്കുക, ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യമായിട്ട് വരുന്നത്. പക്ഷെ ഗവൺമെന്റ് ബോഡി വരുന്ന പോളിസി ചേഞ്ച് ഈ വ്യക്തിയുടെ ആഗ്രഹത്തിനനുസരിച്ച് മാറണമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ. തീർച്ചയായിട്ടും അവരുടെ ആ പോളിസികളിൽ വരുന്ന മാറ്റങ്ങൾ കൃത്യമായിട്ടും നമ്മുടെ ആളുകളെ സാരമായി ബാധിക്കുമെന്നുള്ളതാണ് ഇതിനകത്തൊരു സവിശേഷത വരുന്നത്. ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭയാർത്ഥിയായിട്ടല്ല നമ്മുടെ ആൾക്കാർ പോകുന്നത്. ഇപ്പം അഭയാർത്ഥികളായിട്ട് മറ്റൊരു സംഘം അവിടെ ചെല്ലുമ്പം അവർ അഭയാർത്ഥി എന്ന ലേബലിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരു സോഷ്യൽ പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ പോളിസികളോ ഒക്കെ തന്നെ ഗവൺമെന്റ് ചിലപ്പം കൊണ്ടുവന്നേക്കാം. അതേസമയം അല്ലാതെ നമ്മുടെ നേരായ മാർഗത്തിലൂടെ പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ സംവിധാനം അല്ലെങ്കിൽ പോളിസികളൊന്നും ഗവൺമെന്റ് പോളിസികളൊന്നും അവർക്ക് കിട്ടിയെന്ന് വരത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് നേരെ വാ എന്നൊരു നയത്തിലാണ് ഇവര് ഉൾപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഭാവി വരുന്ന പോളിസികളൊക്കെ ഇവരെ സാരമായും ബാധിച്ചേക്കാം. ഇനി വിശ്വാസത്തിൽ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ പോകുന്ന കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിലെ വിശ്വാസ കാര്യങ്ങളെല്ലാം പങ്കെടുത്തുകൊണ്ടും എന്താണ് ക്രിസ്തുവെന്നും ദൈവവിശ്വാസം അതായത് ക്രൈസ്തവ വിശ്വാസമൊക്കെ എന്താണെന്ന് മനസ്സിലായിക്കൊണ്ട് പോകുന്ന ഒരു തലമുറയാണ്. പക്ഷെ അവരുടെ വരും തലമുറയിലേക്ക് വരുമ്പോൾ അവിടെ ഇതുപോലെ നമുക്ക് ഒരു വിശ്വാസ പരിശീലന അന്തരീക്ഷങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ വരാൻ പോകുന്ന ഒരു തലമുറ അത്രമാത്രം തീക്ഷ്ണതയിൽ മുന്നോട്ട് പോകണമെന്നില്ല. അപ്പം അവര് ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഒരു ക്രിസ്ത്യാനി ഒരു സ്ഥലത്ത് ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ മതപരമായ ലെവലിലാണ് ആക്രമിക്കപ്പെടുന്നതെന്ന് ഈ ആക്രമിക്കപ്പെട്ട വ്യക്തിക്ക് പോലും മനസ്സിലാകാത്ത രീതിയിലാണ് ഇന്ന് ലോകത്തിന്റെ പോക്ക്. അതായത് ഇത്രേ ഉള്ളൂ, യൂറോപ്പില് ഒരു വഴിയിലൂടെ ഒരാൾ നടന്നു പോകുമ്പോൾ അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്, അദ്ദേഹം ആക്രമിക്കപ്പെടുന്ന അക്രമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഇവനെ ആക്രമിച്ചു എന്ന രീതിയിലേക്ക് വരുന്നതാണ്. അതേസമയം ഈ ആക്രമിക്കപ്പെട്ടവന് ചിലപ്പം തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല, ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് ഇവനെന്നെ ആക്രമിച്ചതെന്ന്. ഇതാണ് വരാൻ പോകുന്ന ഒരു തലമുറയിൽ സംഭവിക്കാൻ പോകുന്നത്. അതായത് വരാൻ പോകുന്ന തലമുറയിൽ ക്രിസ്ത്യൻ നാമധാരികളായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ അപ്പോഴും ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുകയാണ്. അപ്പോഴും സ്വന്തമായി നിലനിൽക്കണമെന്നോ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ പിന്നാമ്പുറ കഥകളോ കാര്യങ്ങളെ പറ്റി ഒന്നും അവയറല്ലാത്ത ഒരു തലമുറയാണ് ഇനി യൂറോപ്പിൽ സൃഷ്ടിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും അടിയന്തരമായ മാറ്റങ്ങൾ യൂറോപ്പിൽ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് അല്പമെങ്കിലും മാറ്റം യൂറോപ്പിൽ സംഭവിക്കുന്നുള്ളൂ. വ്യക്തമാണ്. തീർച്ചയായിട്ടും ഒരു കാലഘട്ടത്തിൽ യൂറോപ്പ് കാണിച്ച ഒരു നിസ്സംഗത അല്ലെങ്കിൽ ഒരു ജാഗ്രത കുറവ്, അതിന് യൂറോപ്പ് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വിലയുടെ ഒരു ഇമ്പാക്റ്റ് ആണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ നമ്മൾ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ഇപ്പോൾ ഈ യൂറോപ്പിലേക്കൊക്കെ കുടിയേറുന്ന തലമുറയുടെ ഒരു തേർഡ് ഒരു ജനറേഷൻ അവരുടെ ഒരു സ്പിരിച്വലായിട്ട് അല്ലെങ്കിൽ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ എത്രത്തോളം അവർക്ക് ആഴപ്പെടാൻ സാധിക്കും, അത് സംബന്ധിച്ച പരിശീലനം സംബന്ധിച്ച ആശങ്കകളും അമൽ പങ്കുവയ്ക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ജർമ്മനിയിൽ നിന്നും മാധ്യമ പ്രവർത്തകൻ ശ്രീ ജോർജ് കുമ്പളവേലി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജോർജ്, അങ്ങ് വർഷങ്ങളായിട്ട് പറയുന്ന അന്താരാഷ്ട്ര പൊളിറ്റിക്സ് വീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്, വർഷങ്ങളായിട്ട് യൂറോപ്പിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ യൂറോപ്പിൽ സംഭവിച്ചത്? അങ്ങൊക്കെ ഈ പറയുന്ന യൂറോപ്പിലേക്ക് വന്ന ആ ഒരു കാലഘട്ടം, ഇപ്പോഴത്തെ ഒരു കാലഘട്ടം, അതൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ യൂറോപ്പിന്റെ സാമൂഹികപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഒരു സംഭവിച്ച ഒരു മാറ്റങ്ങൾ എത്രത്തോളമുണ്ട്? ഒപ്പം തന്നെ ഈ 2015 കാലഘട്ടത്തിന് ശേഷം, പ്രത്യേകിച്ച് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഒക്കെ ആവിർഭാവത്തിന് ശേഷം യൂറോപ്പിലേക്ക് കടന്നു വന്ന ഒരു അഭയാർത്ഥി പ്രവാഹം യൂറോപ്പിൽ സൃഷ്ടിച്ച ഒരു ഇമ്പാക്റ്റ് നമുക്കറിയാം. ജർമ്മനിയിൽ തന്നെയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ കത്തി ആക്രമണമൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. ഫ്രാൻസിൽ നിരവധി ദേവാലയങ്ങൾ കത്തിക്കപ്പെടുന്നു. അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ വർഷങ്ങളായി യൂറോപ്പിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അങ്ങ് കൺമുൻപിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യങ്ങൾ അങ്ങൊന്ന് പങ്കുവയ്ക്കാമോ ശ്രീ ജോർജ്? ഞാനിവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് 32 വർഷമായി. എൻ്റെ ഭാര്യ 37 കൊല്ലമായി. അപ്പം ഞാൻ വന്ന കാലം തൊട്ട് ഇവിടെ ഒരു ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം. ജർമ്മനി എന്ന് പറഞ്ഞാൽ അന്ന് വരാൻ പറ്റാത്ത ഒരു രാജ്യമാണ്. പക്ഷെ ഏതെങ്കിലും തരത്തിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് സുഖസമൃദ്ധമായിട്ട് ജീവിക്കാവുന്ന, ശാന്തമായിട്ട് ഉറങ്ങാവുന്ന, ഏത് പാതിരായ്ക്കും ഏത് കൊച്ചുവെളുപ്പിനെയും ഏത് നേരത്തും റോഡിലൂടെ ആണായാലും പെണ്ണായാലും കൊച്ചുകുട്ടിയായാലും, അതായത് മുല പൊടിക്കുന്ന കുട്ടി ഉൾപ്പെടെ റോഡിലൂടെ പോയി ഏത് സ്ഥലത്തൂടെ പോയാലും ഒരു കുഴപ്പവും വരില്ല എന്ന് ഞങ്ങൾ
കരുതിയിരുന്ന ഒരു രാജ്യം ഇപ്പോൾ യൂറോപ്പിന്റെ ഏറ്റവും വലിയ ഒരു ഒരു അന്ധക്കരണം പിടിക്കുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് തെറ്റില്ല. കാരണം ഈ കഴിഞ്ഞ ഇടകളിൽ ഇപ്പം ഇന്നലെ പോലും ഞാൻ ബോണിൽ, ഞങ്ങളുടെ പഴയ തലസ്ഥാനമാണ്, ഞാൻ ബോണിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയാണ്, കൊളോണിലാണ് താമസിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം അതിലെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരുത്തൻ ഒരു അഭയാർത്ഥിയാണ്, അവൻ പിച്ചാത്തി എടുത്ത് ഒരു യുവാവിനെയും കുത്തി, അവൻ എന്നിട്ട് ഓടി ഒളിച്ചു. എന്നിട്ട് അവൻ തിരിച്ച് എങ്ങനെയോ പോലീസ് തപ്പി എടുത്തു കഴിഞ്ഞപ്പോൾ അവൻ പോലീസിന് നേരെ കത്തിയെടുത്തു, അന്നേരം തന്നെ വെടിവെച്ചു, ആശുപത്രി ചെന്നു മരിച്ചു. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. അതിന് മുൻപ് തൊട്ട് മുമ്പത്തെ ദിവസം ഹാനോവർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത് തന്നെ സംഭവിച്ചു. അവൻ മരിച്ചില്ല, അവൻ കസ്റ്റഡിയിലാണ്. അന്ന് തന്നെ ഹൈഡൽബർഗ് എന്ന ഡാംസ്റ്റാട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരഭയാർത്ഥി ഒരു വണ്ടി എടുത്തുകൊണ്ട് നമ്മുടെ ട്രാഫിക് ലൈറ്റ് പോലും ലംഘിച്ച് കാൽനടക്കാരുടെ ഇടയ്ക്കോട്ടും അവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു വണ്ടിക്കാരനുമായിട്ട് ഇടിച്ച് അവനെയും അണ്ടർ അറസ്റ്റിലാണ്. അപ്പൊ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിനു മുമ്പ് 2 ആഴ്ച മുമ്പ് ഇവിടെ 4 പേരെ കത്തിക്കിരയാക്കി. അതൊരു ഭയങ്കര സംഭവം. ഇവരുടെ ചങ്കിൽ കുത്തിയ മാതിരിയാണ് ഇവർക്ക് അത് അനുഭവപ്പെട്ടത്. അന്നേരം തന്നെ ഇവർക്ക് നിയമങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശക്തമാക്കണം. ഇവർ പറയുന്നുണ്ട്, രാഷ്ട്രീയക്കാരും ഭരണക്കാരും പ്രതിപക്ഷം ഉൾപ്പെടെ, പ്രതിപക്ഷം ഇപ്പോൾ ഏറ്റവും അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ്. അടുത്ത ചൊവ്വാഴ്ചയ്ക്കകം ഇവിടത്തേക്കുള്ള സകല അഭയാർത്ഥി കവാടങ്ങളും അടച്ചില്ല എങ്കിൽ ഞങ്ങൾ വേറെ പ്രതിഷേധ സമരങ്ങളും അതുപോലത്തെ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ കാര്യങ്ങളല്ല. ഇവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു കൺസേൺ ഉണ്ട്. അതനുസരിച്ചാണ് ഇവിടുത്തെ പ്രതിപക്ഷം നിൽക്കുന്നത്. അതേസമയം ചാൻസലർ ഒലാഫ് ഷോൾസ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷവുമായിട്ട് സംസാരിച്ചിട്ടാണ് പുതിയ നിയമങ്ങൾ, കത്തി നിയമങ്ങളും അതുപോലത്തെ ഈ നടപടികളൊക്കെ തന്നെ ശക്തമായിട്ട് ഊർജിതമായിട്ടും കൊണ്ടുവന്നു. എങ്കിൽ പോലും ഇപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് പുറത്തോട്ടൊന്ന് ഇറങ്ങണമെങ്കിൽ രാത്രിയെന്നോ പകലോ എന്ന് നോക്കാതെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ ഉള്ളിൽ ഭീതിയുണ്ട്. തീർച്ചയായിട്ടും അത് കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ ടെലിഫോൺ ചെയ്യുമ്പോഴൊക്കെ എങ്ങനെയാ ജോസെ നമുക്കൊന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നത്? അത് വണ്ടി ആയിട്ടാണെങ്കിലും കുട്ടികളുമായിട്ടാണെങ്കിലും കിൻഡർ വാഹനമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ നടന്നാണെങ്കിൽ പോലും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ പോലും നമ്മൾ ഭയപ്പാടോടെ വേണം പോകാൻ. പ്രത്യേകിച്ച് എവിടുന്നാണ്, ഏത് തരത്തിലാണ് ഒരാക്രമണം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും പ്രവചിക്കാനാവില്ല. അത് സംഭവിച്ചു കഴിഞ്ഞിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. മേർക്കൽ 4 പ്രാവശ്യം ജർമ്മനിയെ ഭരിച്ചു. 2013 മുതലാണ് ഇങ്ങോട്ടേക്ക് കുടിയേറ്റം, അത് തൊഴിൽ കുടിയേറ്റത്തിന് കൂടുതൽ അനുവാദം കൊടുത്തത്. അത് ആ ഒരു ശീലം നമ്മുടെ ആൾക്കാർ മാത്രമേ വസൂലാക്കിയുള്ളൂ. പക്ഷേ 2015-16 വർഷങ്ങളിൽ ഏതാണ്ട് 2 മില്യൺ ആൾക്കാർ ഒരു സുപ്രഭാതത്തിൽ ജർമ്മനിയിലേക്ക് ഇരച്ച് കയറുകയായിരുന്നു. മെർക്കല് അത് അന്ന് അവര് നല്ല കാലത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണ് ഇപ്പോൾ ജർമ്മനി അനുഭവിക്കുന്നത്. ഇത് തിരുത്താൻ ഇനിയും ഉടനെയെങ്ങും പറ്റില്ല. കാരണം അതുപോലെ ഇവിടം കുളവാക്കി കഴിഞ്ഞു. അതുപോലെ അഭയാർത്ഥികൾ, അതും അഭയാർത്ഥി എന്ന് പറയുന്നത് വെറുതെ ലേബൽ മാത്രമേ ഉള്ളൂ. ഇവരൊക്കെ തന്നെ ഇവിടെ സുഭിക്ഷമായിട്ട് ജീവിക്കുന്നു, സർക്കാർ ചെലവിൽ ജീവിക്കുന്നു, സർക്കാരിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു. ഇവിടെ ജർമ്മനി അണ്ടർ നെറ്റ് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും തെറ്റാവില്ല. കാരണം ഇവിടെ ഇപ്പം നമ്മൾ ഈ നടത്തുന്ന ചർച്ച പോലും ഇവർക്ക് സംശയം ഉണ്ടെങ്കിൽ അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കും അവരെന്താ പറയുന്നത്. അത്രമാത്രം നിരീക്ഷണത്തിലാണ് ജർമ്മനി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് അനങ്ങിയാലും ഇവർക്കറിയാം. അതിന് ബദലായിട്ട് ഇവർ മെഷർമെന്റ് എടുത്ത് വരുമ്പോഴേക്ക് അവിടെ സംഭവം കഴിഞ്ഞിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറ്റുന്ന മറ്റൊരു കുഴപ്പം. അത് തന്നെയല്ല, ഇപ്പൊ ഒരു പ്രതിയെ പിടിച്ച് കോടതിയിൽ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി വാദിക്കാൻ അല്ലെ അവൾക്ക് വേണ്ടി വാദിക്കാൻ ഇവിടെ ഒരു വക്കീൽ ചെന്നാൽ ആ കോടതിയിലെ അന്നത്തെ വക്കീൽ ആരാണോ ആ വക്കീൽ പറയും ആ സെക്കൻഡിൽ, അവൻ ചെയ്ത പ്രവൃത്തി ഏത് സെക്കൻഡിലാണോ ആ സെക്കൻഡിൽ അയാൾ ഒന്നുകിൽ ഒരു മാനസിക വിഭ്രാന്തി ഉള്ളവനായി ചിത്രീകരിച്ച് അവനെ പുറത്തു വിടുകയാണ്. ഇതാണ് ഇവർക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു അസ്ഥാനത്താവില്ല. ഞാനൊന്ന് ഇടപെട്ട് ഒരു കാര്യം ചോദിക്കുകയാണ്. അതായത് ഇത്തരത്തിലുള്ള ഈ അഭയാർത്ഥികൾ അവർ ഈ കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെട്ട് ഈ കോടതികളിലേക്കൊക്കെ ചെല്ലുമ്പോൾ കൃത്യമായിട്ടുള്ള നിയമസഹായം ഇവർക്ക് ലഭിക്കുന്നുണ്ട് അല്ലെ?
ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ. അതിന്റെ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഈ കഴിഞ്ഞ എന്റെ മുമ്പത്തെ വെള്ളിയാഴ്ച സോളിങ്ങിൽ 3 പേരെ കൊന്നു, ഒരാൾ ആശുപത്രിയിൽ മരിച്ചു, 4 പേരെ അന്നേരം തന്നെ മരിച്ചുപോയി, 3 പേര് അന്നേരം തന്നെ മരിച്ചുപോയി. അവന് വേണ്ടി വാദിക്കാൻ ഒരു വനിതാ അഡ്വക്കേറ്റ് ഇവിടെ ഇറങ്ങിയ അവരാണിപ്പോൾ താരം, അഭയാർത്ഥികളുടെ താരം എന്നാണ് അവരെ ഇപ്പോൾ അറിയപ്പെടുന്നത്. ഞാൻ അതിനെപ്പറ്റി ഒരു വാർത്ത പോലും ചെയ്തിരുന്നു. അപ്പം അവർക്ക് പോലും ഈ രാജ്യത്തെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക എന്നുള്ളതാണോ എന്നറിയില്ല, അവരുടെ തൊഴിൽ അവർ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും മനസാക്ഷി അനുസരിച്ചല്ല ഇവരൊക്കെ തൊഴിൽ ചെയ്യുന്നത് എന്ന് വേണം നമ്മൾ കരുതാൻ. അപ്പോൾ നമ്മൾക്ക് കിട്ടേണ്ട ഒരു സുരക്ഷിതത്വം, നമ്മൾക്ക് ലഭിക്കേണ്ട ഇവിടെ നശിച്ച് നാറാണക്കല്ലായി മാറിയിരിക്കുന്നു എന്ന് വേണം ഈ അവസരത്തിൽ പറയാൻ. ഒപ്പം തന്നെ ശ്രീ ജോസ്, അങ്ങ് സൂചിപ്പിച്ചു ഇവർ സൃഷ്ടിച്ച ഒരു ഇമ്പാക്റ്റിന്റെ ഒരു ഭീകരാവസ്ഥ അങ്ങ് സൂചിപ്പിച്ചു. പക്ഷേ എൻ്റെ ഒരു സംശയം ഇതാണ്, എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ ഒരു രാജ്യത്തെ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ നടത്തി ഈ ഒരു ഗ്രൂപ്പ് പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഒരു പ്രിവിലേജ് ഗ്രൂപ്പിലേക്ക്, അല്ലെങ്കിൽ എന്തോ വലിയ ആനുകൂല്യങ്ങൾ ഉള്ള അല്ലെങ്കിൽ തങ്ങൾക്ക് അവകാശങ്ങളുള്ള പ്രത്യേക അവകാശങ്ങൾ ഉള്ള ഒരു ഗ്രൂപ്പായിട്ട് ഈ പുറമേ നിന്ന് വന്ന ഇക്കൂട്ടർ ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ എങ്ങനെ അവർ മാറി തീർന്നു? അതിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അജണ്ട, നമുക്കിപ്പോൾ കേരളത്തിലെ സാഹചര്യത്തിൽ നമ്മൾ പല വിഷയങ്ങളും പഠിക്കുമ്പോൾ ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ന്യൂനപക്ഷ പ്രീണനം എന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രിവിലേജ് ക്ലാസ് ആയിട്ട് ഇവർ മാറണമെങ്കിൽ ഈ ഭരണ തലപ്പത്ത് മുതൽ, ഒപ്പം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ നിയമ സംവിധാനം മുതൽ ഏറ്റവും ഗ്രാസ് റൂട്ടിൽ വരെ ഇവരെ സപ്പോർട്ട് ചെയ്ത് ആ ഒരു രാജ്യത്തെ കുട്ടിച്ചോറാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഇതിന്റെ പിന്നിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ലേ ശ്രീ ജോസ്? തീർച്ചയായിട്ടും ഉണ്ട്. അജണ്ട എന്നല്ല, അജണ്ടകൾ എന്ന് നമ്മളത് തിരുത്തണം. കാരണം ഹിറ്റ്ലറുടെ നാടായിട്ട് അറിയപ്പെടുന്ന ജർമ്മനി 2ാം ലോക മഹായുദ്ധത്തിൽ ചെയ്തു കൂട്ടിയ പാപ പരിഹാരമാണ് ഇവരിപ്പോഴും ചെയ്തു കൂട്ടുന്നതെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അതെല്ലാം കഴിഞ്ഞുപോയി, അതിന്റെ ലിമിറ്റ് കഴിഞ്ഞുപോയി. ഇവരുടെ പാപ പരിഹാരമല്ല, ഇവിടെ ഉള്ളവരെ അവര് വെറും 2ാം കിട അല്ലെങ്കിൽ 3ാം കിട ആളുകളാക്കി മാറ്റി. കാരണം ഞങ്ങളെപ്പോലുള്ള അല്ലെ ഇവിടെ കുടിയേറിയിരിക്കുന്നവരൊക്കെ തന്നെ നന്നായിട്ട് ജോലി ചെയ്ത് മുമ്പേ പറഞ്ഞ പ്രഭാഷകൻ പറഞ്ഞതുപോലെ ടാക്സ് കൊടുത്താണ് 42% ഞങ്ങൾ ടാക്സ്, പള്ളിക്കരം ഉൾപ്പെടെ 9% പള്ളിക്കരം ഉൾപ്പെടെ നമ്മൾ ടാക്സ് കൊടുത്ത് ജീവിക്കുന്ന ഈ രാജ്യത്ത് നമുക്കെല്ലാം സുഭിക്ഷമായിട്ടും ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിലും തൊഴിലില്ലായ്മ വേതനമാണെങ്കിലും നമ്മുടെ പെൻഷൻ ആണെങ്കിലും അതുപോലെ വീട്ടിലിരിക്കുന്ന വയോധികർക്കുള്ള അല്ലെ വയോജനങ്ങൾക്കുള്ള ഇൻഷുറൻസ് വാങ്ങിക്കഴിഞ്ഞാൽ അവർ മേടിച്ചിട്ടേ നമുക്ക് വിട്ടുള്ളൂ. നമുക്ക് കൈ കിട്ടിയിട്ട് അങ്ങോട്ട് കൊടുക്കാനുള്ള സാഹചര്യം അല്ല. ഇതെല്ലാം തന്നെ അവർ മേടിച്ചിട്ട് 42%. അപ്പോൾ നമ്മുടെ കൊടുക്കുന്ന ടാക്സിന് ഇവർക്കൊരു വിലയും ഇല്ലാതാക്കി. പ്രത്യേകിച്ച് ഈ ഉക്രൈൻ യുദ്ധം വന്നത് ഈ ജർമ്മനിയുടെ ഒരൊറ്റ, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ബൈഡൻ അവിടെ കിടന്ന് പുള്ളി ബിസിനസ് പരമായിട്ട് ചിന്തിച്ചാണ് ജർമ്മനിയെ ചാടുകയറ്റിയത്. ഇവിടെ ഉക്രൈൻ ഒരു കാരണവശാലും നാറ്റോയിൽ വരേണ്ട ഒരു രാജ്യമല്ല. ഉക്രൈനിൽ കിടക്കുന്ന ആൾക്കാർ 70% ആൾക്കാരും പുട്ടിന്റെ ആൾക്കാരാ, അതല്ലേ റഷ്യക്കാരാ. അവർക്ക് അവരുടെ സൈഡിലോട്ട് പോയാൽ മതി. പക്ഷെ എന്തിനേറെ പറയുന്നു, ഈ സ്ഥാനത്ത് അത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ സ്ഥാനത്ത് ഇപ്പോൾ 68 വയസ്സായ മെർക്കൽ ആയിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകില്ല. കാരണം അവർക്ക് പൊളിറ്റിക്സ് എങ്ങനെയാണെന്ന് കൊണ്ടു നടക്കാൻ അറിയാം. ഷോൾസ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ചാൻസലർ, ഞാൻ കുറ്റപ്പെടുത്തി പറയല്ല, ചാൻസലർ എന്ന് പറയുന്നത് മെർക്കലിന്റെ അണ്ടറിൽ ഫിനാൻസ് മിനിസ്റ്ററായിട്ട് ഇരുന്ന് കഴിവുള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രതിച്ഛായ 153 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള SPD, അതായത് സോഷ്യലിസ്റ്റ് പാർട്ടി ഇപ്പോൾ 10% ചുരുങ്ങിയെങ്കിൽ ഇവരുടെ കഴിവുകേട് മാത്രമായിട്ട് നമ്മൾ ചിത്രീകരിക്കേണ്ടിയിരിക്കുന്നു. കാരണം റഷ്യയായിട്ട് ഗുസ്തി പിടിക്കാൻ പോയി കഴിഞ്ഞാൽ, അല്ലെ പുടിനായിട്ട് അടിയുണ്ടാക്കാൻ പോയി കഴിഞ്ഞപ്പോൾ ജർമ്മനിക്കാണ് ഏറ്റവും വലിയ ആഘാതം കിട്ടിയിരിക്കുന്നത്. ഇപ്പോഴും ഞങ്ങൾ നിസാര പൈസയ്ക്ക് കൊടുത്തിരുന്ന ഗ്യാസിന് ഇപ്പോൾ എത്രയാ വിലയെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ അന്തിച്ചു പോകും. കാരണം അത്രമാത്രം ഇവിടെ എല്ലാത്തിനും വില കൂടി. ഇവിടെ ഒരു കുപ്പി എണ്ണയ്ക്ക്, നമ്മൾ കടുക് വറുക്കാൻ എണ്ണയില്ല എന്ന് പറഞ്ഞ് നമ്മൾ വാർത്ത എഴുതിയ അന്നേരം എന്നോട് ചോദിച്ചു, ഇവിടെ അന്ന് എണ്ണയ്ക്ക് എന്നാ വില? 39 സെന്റിന് അല്ലെ 69 സെന്റിന് കിട്ടിയിരിക്കുന്ന 5 യൂറോയിൽ കൂടുതൽ കൊടുക്കണമായിരുന്നു. ഇപ്പൊ അതിന്റെ വില കുറഞ്ഞു, 2.49 അല്ലെ ആ ഒരു വില. അപ്പം ഇത്തരം
ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതെ തന്നെ അടിയന്തരാവസ്ഥ കൊണ്ടുവന്ന ഒരു ഒരു ജർമ്മനിയുടെ ഒരു കോട്ടമായി പോയി ഈ ഉക്രൈൻ യുദ്ധം. അതുപോലെ തന്നെ ഈ പറഞ്ഞ അഭയാർത്ഥികളെ ഇങ്ങോട്ട് വലിച്ചു കയറ്റിയിട്ട് ഇവർക്ക് കൊടുക്കാവുന്നത് മുഴുവൻ നമ്മളിപ്പം ജോലി ചെയ്ത് നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ അവിടെ നില്ലേ, അവർക്കാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ ഉക്രൈനിൽ നിന്ന് വന്ന അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് സമയമുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇതുപോലെ തന്നെ നമ്മുടെ വന്നിട്ടുള്ള പുതിയ മലയാളികളെ സംബന്ധിച്ച് ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ ആദ്യം വന്ന കുടിയേറിയ മലയാളികളെല്ലാം തന്നെ പ്രായാധിക്യം കൊണ്ട് 70 കഴിഞ്ഞ് അവര് പെൻഷൻ പറ്റി പലരും ഇഹലോകവാസം വെടിഞ്ഞവരാണ്. അവരൊരു ഗ്രൂപ്പ് അങ്ങനെ പോകുന്നു. അവർക്ക് ജനിച്ച പിള്ളേര്, ഇപ്പം ഞാനൊക്കെ എൻ്റെ പിള്ളേര്, അവരൊക്കെ ഒരു തട്ടിൽ പോകുന്നു. ഇപ്പം കുടിയേറിയിട്ടുള്ള, ഇപ്പം നമ്മൾ മലയാളികളെ തട്ടിയിട്ട് നടക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയാണ് ജർമ്മനി. എല്ലാവരും വന്നു കഴിഞ്ഞ് അവരുമായി സെറ്റിൽ ആയിക്കോട്ടെ, അവർ നന്നായിട്ട് പൊക്കോട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ചിന്താഗതി. ഞാൻ അതിനെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഈ വരുന്നവരൊക്കെ തന്നെ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാനോ, ഇവിടുത്തെ ഒരു ഭാഷ പഠിക്കാനോ, ഇവിടുത്തെ നിയമങ്ങൾ പഠിക്കാനോ, ഇവിടുത്തെ കൾച്ചർ പഠിക്കാനോ ഇവർക്കൊന്നും താല്പര്യമില്ല. ഇവർക്ക് എങ്ങനെങ്കിലും കുറെ കാശുണ്ടാക്കണം, അടിച്ചു പൊളിച്ച് ജീവിക്കണം. അത് നടക്കുന്ന രാജ്യമല്ല. അങ്ങനെ 3 തലത്തിലാണ് ഇവിടുത്തെ മലയാളികൾ ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പൊ ഇവര് പുതിയതായിട്ട് വന്ന ആൾക്കാർ അവർ സ്വന്തമായിട്ട് പരിപാടികളൊക്കെ തന്നെ ഇവിടെ സംഘടിപ്പിക്കുന്നു. അവര് 2ാം തലമുറക്കാർ ഒരു കാരണവശാൽ ഇവരുടെ പരിപാടിക്ക് അവർക്ക് പൊളിറ്റിക്സും ഇല്ല, അവർക്ക് സംഘടനയില്ല, അവർക്കൊന്നുമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള കാഴ്ചപ്പാടും അവർക്ക് അവരുടേതായിട്ടുള്ള ഫാമിലി അഫെയറും അവരുടെ ജോലിയും അവരുടെ മക്കളും അവരുടെ കുടുംബവും അതാണ് അവരുടെ. അതേസമയം ആദ്യത്തെ എന്നെപ്പോലുള്ള ആദ്യ ജനറേഷന്റെ 2ാമത്തെ ജനറേഷനുമായിട്ട് വളരെ അടുപ്പം, അവർ തമ്മിൽ വളരെ സുഗമമായിട്ട് പോകുന്നു. പള്ളിയിൽ പോകുന്നവർക്ക് പോകാം, പള്ളിയിൽ പോകാത്തവർക്ക് നീ എന്തേ പോകുന്നു എന്ന് ചോദിക്കുന്ന പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ല. അപ്പൊ 3ാമത്തെ തലത്തിലുള്ള ഇപ്പം നമ്മുടെ ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട്. മാസീവായിട്ട് നമ്മൾ 7000 പേരുണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പൊ 75,000-ൽ കൂടുതലുണ്ടെന്നാണ് എൻ്റെ ഒരു ആവറേജ് കണക്ക്. അപ്പം ഏത് സിറ്റി ചെന്നാലും, ഏത് കുഗ്രാമത്തിൽ ചെന്നാലും ഒരു മലയാളിയെ കാണാതെ ഇപ്പോൾ പോരാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇവിടുത്തെ കുടിയേറ്റത്തിന്റെ ആ ഒരു കാഴ്ചപ്പാടും കൾച്ചറും പോലും മാറിപ്പോയി. ഞങ്ങളൊക്കെ വളരെ ഇന്റഗ്രേറ്റ് ചെയ്ത്, ഞങ്ങളുടെ കുട്ടികളൊക്കെ വളരെ ഇന്റഗ്രേറ്റ് ചെയ്തിരുന്ന സ്ഥാനത്ത് ഇവർ വന്ന് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലിരിക്കുന്ന പിതാക്കന്മാരും മാതാക്കൾക്കും ഇത് പ്രത്യേകിച്ച് അറിയത്തില്ല. പലരും എന്നോട് വിളിച്ച് നേരിട്ട് ചോദിക്കുന്നുണ്ട്. നമുക്ക് മോശം അഭിപ്രായം പറയാൻ ഓപ്പണായിട്ട് പറയില്ല, പക്ഷെ ഞാൻ ചിലരോടൊക്കെ പറയുന്നുണ്ട് ഇവിടുത്തെ ഇവരുടെ ആ പോക്ക് ഉടായിപ്പല്ലാണ്ട് ഒരു ഔചിത്യബോധമില്ലാണ്ട് ഒരു അച്ചടക്കമില്ലാതെ ഇവർ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടാകും. പക്ഷേ അത് നമ്മൾ ഇവിടെ അനുവദിച്ച് കൊടുക്കുന്നത് ഇവിടുത്തെ ഫ്രീഡം, ഫ്രൈഹൈറ്റ് എന്ന് പറഞ്ഞ് ജർമ്മൻ ഭാഷ ഫ്രൈഹൈറ്റ് എന്ന് പറയുന്നു ഫ്രീഡം. നമ്മുടെ നാട്ടിൽ നിന്ന് 4 ചുറ്റിലും നമ്മുടെ ആൾക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, നമ്മുടെ കുടുംബക്കാരുണ്ട്. നമുക്ക് അവിടെ കണ്ണി ചിമ്മി എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസം പിടിക്കപ്പെടും. വലിയ വിഷയമാണ്. ഇവിടെ ആര് കാണാനാ, ആര് കേൾക്കാനാ? എല്ലാത്തിനും അവൻ താൻ തൂണെന്ന് പറഞ്ഞ മാതിരി ഇവിടെ ജീവിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവരുടെ അച്ചടക്കം പോകുന്നതിന്റെ ആ ഒരു ഇതിലേക്ക് പോകുമ്പോൾ ഇവരുടെ ജീവിതം തന്നെ മാറിപ്പോവുകയാണ്. ഇവർക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാനോ അല്ലെങ്കിൽ നല്ലൊരു കുടുംബ ജീവിതത്തിലേക്ക് പോകാനോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒട്ടുമൊക്കില്ല എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എല്ലാവരും ചിലപ്പം കല്ലെടുത്ത് എറിഞ്ഞെന്നിരിക്കും. പക്ഷെ അതിലല്ല കാര്യം. ഇവിടെ വൈദികരും അല്ലെങ്കിൽ ഓരോ കൂട്ടായ്മകൾ ഉണ്ടാക്കി വൈദികരൊക്കെ തന്നെ അല്ലെങ്കിൽ സന്യാസിനികളൊക്കെ തന്നെ അല്ലെ ഞങ്ങളെ പോലുള്ള ആളുകളൊക്കെ തന്നെ കുറെ ആൾക്കാരെ ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എങ്കിൽ പോലും അവർ ഒരു ചെവി കൂടെ കേൾക്കും, മറ്റേ ചെവി കൂടെ ചിലപ്പം പോയെന്നിരിക്കും, അല്ലെ കുറച്ച് തട്ടിയെന്നിരിക്കും. അപ്പൊ ഇതൊക്കെ തന്നെ ഭാവിയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നത്തിന്റെ മുന്നോടിയായിട്ട് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ, യെസ്. ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് അങ്ങിലേക്ക് തിരിച്ചു വരാൻ ചില കാര്യങ്ങൾ കൂടി അങ്ങിൽ നിന്ന് ചോദിച്ച് അറിയാനുണ്ട്. ഫാദർ മെൽവിൻ, നമ്മൾ ചർച്ചയുടെ ഒരു അവസാന റൗണ്ടിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം, നേരത്തെ അമൽ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. യൂറോപ്യൻ ജനത തങ്ങൾ സുരക്ഷിതരാണ്, സാമ്പത്തികമായിട്ടും വലിയ രീതിയിൽ ഉന്നതിയിൽ നിൽക്കുന്നു, ഒരു സുരക്ഷിതാവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ഒപ്പം തന്നെ ഈ പറയുന്ന ഒരു സമുദായ ബോധം അല്ലെങ്കിൽ ഒരു സത്വബോധം എന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ആനുകാലികമായ പ്രശ്നങ്ങളെ പറ്റി വലിയ രീതിയിലുള്ള ഒരു ഉത്കണ്ഠയോ അല്ലെങ്കിൽ ജാഗ്രതയോ കാണിച്ചില്ല. അതിന്റെ ഒരു
അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു സാഹചര്യം നമ്മൾ കേരളത്തിലെ ഒരു ക്രൈസ്തവ സമുദായത്തിന്റെ ഒക്കെ ഒരു പശ്ചാത്തലം എടുത്ത് നോക്കുമ്പോൾ വേണ്ടത്ര ഒരു ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ, സമകാലിക സംഭവ വികാസങ്ങളോട് വേണ്ടത്ര രീതിയിൽ ഒരു ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ യൂറോപ്പ് അല്ലെങ്കിൽ യൂറോപ്പിൽ സംഭവിച്ച ഒരു സംഭവ വികാസങ്ങൾ അത് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന് നേരെ ഒരു ആവർത്തിക്കപ്പെടാനുള്ള ഒരു സാധ്യതയില്ലേ ഫാദർ മെൽവിൻ? തീർച്ചയായിട്ടും കാബൂൾ, കാശ്മീർ, കേരളം എന്ന് പറയുന്ന ഒരു ടേം രൂപപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളത് നമുക്കറിയാവുന്ന വസ്തുതയാണ്. കേരളം ഒരു ടാർഗറ്റഡ് പ്ലേസ് ആയിട്ട്, ഇസ്ലാമൈസേഷന് വളരെ കൃത്യമായ ടാർഗറ്റഡ് പ്ലേസ് ആയിട്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മാറ്റപ്പെട്ട് കഴിഞ്ഞു. ഇനി അതിന്റെ വേരുകൾ, അടിവേരുകൾ ഓൾറെഡി സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞതുമാണ്. കേരളത്തിൽ തന്നെ എത്രയോ സ്ലീപ്പിംഗ് സെല്ലുകൾ, 3000 സ്ലീപ്പിംഗ് സെല്ലുകൾ ഓൾറെഡി വർക്ക് ചെയ്യുന്നു എന്നുള്ളതും പോലീസ് അടക്കമുള്ള IB അടക്കമുള്ള ഒരു സ്ഥിരീകരിച്ചിട്ടുള്ള കാര്യം കൂടിയാണ്. ഈ ഇസ്ലാമൈസേഷന്റെ ഏറ്റവും അധികം വേരുകൾ ഒരുപക്ഷെ ഭാരതത്തിലുള്ളത് കേരളത്തിൽ തന്നെയാണ്, മറ്റെവിടേക്കാളും കൂടുതലായിട്ട്. ഏറ്റവും അധികം ബംഗ്ലാദേശികൾ അടക്കമുള്ളവർ വന്ന് കുടിയേറി പാർക്കുന്നതും കേരളത്തിൽ തന്നെയാണ്. എന്ന് വെച്ചാൽ യൂറോപ്പിൽ സംഭവിക്കുന്ന അതേ ഒരു ടൈപ്പ് മൈഗ്രേഷൻ കേരളത്തിലേക്കും വന്നു കഴിഞ്ഞു. അത് തൊഴിലിടങ്ങൾ കൈയടക്കി മുന്നോട്ട് പോകുന്നു. അതേസമയം ഇതിന്റെ അകത്ത് ഇത്തരത്തിലുള്ള ഒരു കൾച്ചറൽ ഇൻവേഷൻ കേരളത്തിൽ നടന്നു. ഉദാഹരണത്തിന് പെരുമ്പാവൂർ എന്ന് പറയുന്ന നാട്ടിലൂടെ കഴിഞ്ഞ ദിവസം ഞാൻ നടന്നു പോയപ്പോൾ, ആ വഴി ഒന്ന് പോകാനിടയായപ്പോൾ അവിടുത്തെ ഒരു അന്തരീക്ഷത്തിൽ വന്ന മാറ്റം ചെറുതൊന്നുമല്ല. അവിടുത്തെ ഒരു സാമൂഹ്യ അന്തരീക്ഷം, അവിടുത്തെ രീതികൾ, അവിടുത്തെ ഭാഷാ സംവിധാനങ്ങൾ, അവിടുത്തെ മൊറാലിറ്റിയിൽ പോലും വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് ഇപ്പം കഴിഞ്ഞ നാളുകളിലൊക്കെ പലയിടങ്ങളിൽ ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിൽ കേരളത്തിലെ ചില ഇടങ്ങൾ, നമ്മുടെ നാട്ടിലെ ചില നാട്ടിൻപുറങ്ങൾ പോലും, ചില ടൗണിടങ്ങളൊക്കെ ഒരു കൾച്ചറൽ ഇൻവേഷന് വിധേയമായി കഴിഞ്ഞു. അതേസമയം ഇന്റേണലി നടക്കുന്ന വല്ലാത്തൊരു ഇസ്ലാമൈസേഷൻ, വലിയൊരു അരാജകത്വം ഓൾറെഡി ഇവിടെ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളതാണ്. അതിനെതിരെ ഒരു അവയർനെസ് പലതരത്തിൽ പല സംഘടനാ സംവിധാനങ്ങളുടെയും കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. എങ്കിലും അടിസ്ഥാനപരമായിട്ട് ഈ ഒരു വസ്തുത മനസ്സിലാക്കുകയും അതിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യേണ്ടത് ഗവൺമെന്റും കോടതികളുമാണ്. പക്ഷെ അത്തരത്തിലുള്ള നിയമനിർമ്മാണമോ ഒരു നയപരമായിട്ടുള്ള ഒരു മൂവ്മെന്റുകളോ ഒന്നും നിലവിലില്ല. കാരണം മതം ഭാരതത്തിൽ, കേരളത്തിൽ തൊട്ടാൽ കൊള്ളുന്ന ഒരു വിഷയമായതുകൊണ്ടും വോട്ട് ബാങ്ക് ആയതുകൊണ്ടും ഇത്തരത്തിലുള്ള ഒരു ഭാവിയിൽ വലിയ അപകടം സൃഷ്ടിക്കാവുന്ന ഇത്തരത്തിലുള്ള മത തീവ്ര ചിന്തകളെ ആരും തൊടാൻ തയ്യാറാകുന്നില്ല. അപ്പൊ ഇത് കേരളത്തിൽ തീർച്ചയായിട്ടും യൂറോപ്പ് ആവർത്തിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു രൂപരേഖയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഈ കഴിഞ്ഞ ഒരു 5 വർഷത്തെ തന്നെ ഞാനൊന്ന് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഒരു വല്ലാത്ത അരക്ഷിതാവസ്ഥ ക്രൈസ്തവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണം ഇത് തന്നെയാണ്. ഒരു തരത്തിലുള്ള ഇസ്ലാമൈസേഷന്റെ വല്ലാത്ത കടന്നുകയറ്റം അത് എല്ലാ മേഖലയിലും വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് ഫുഡിന്റെ കാര്യത്തില്, കൾച്ചറിന്റെ കാര്യത്തില്, ബിസിനസ് മേഖലകളിലേക്ക്, അനുബന്ധമായ സ്ഥലം കൈയേറ്റ മേഖലകളിലേക്ക്, ഭൂമാഫിയ ഇടപാടുകളിലേക്ക് തുടങ്ങി എല്ലാ മേഖലയിലേക്കും അടിസ്ഥാനപരമായി ചിന്തിക്കുമ്പോൾ ഒരു ഇൻവേഷൻ, മറ്റ് സമുദായങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കുള്ള ഒരു ഇൻവേഷൻ ശക്തമായിട്ട് നടത്തുന്നു എന്നൊരു സൂചനകൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതിനെ നേരിടാൻ ഉള്ള ശക്തി ഒരു പരിധിവരെ വാക്കുകൾ കൊണ്ട് നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ ഒരു ബേസ് വർക്ക് അത്ര ശക്തമാണെന്നുള്ളത് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. PFI നിരോധനം തീർച്ചയായിട്ടും വലിയ ആശ്വാസം, ഒരു പ്രതീക്ഷ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള സ്ലീപ്പിംഗ് സെല്ലുകൾ ഇപ്പോഴും വിവിധ പാർട്ടികളിലായിട്ടും വിവിധ സമുദായ സംഘടനകളായിട്ടും ഇവിടെ നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ ഭാവിയിൽ നമ്മൾ പ്രതീക്ഷിക്കണം. നമ്മൾ സുരക്ഷിതരാണെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഓക്കെ, വ്യക്തമാണ്. ശ്രീ അമൽ, നമുക്കറിയാം ഒരു സമുദായത്തിന്റെ ഒരു ഭാവി എന്ന് പറയുന്നത് ഇന്നത്തെ യുവജനങ്ങളാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു ഭാവി ഒക്കെ ഇരിക്കുന്നത് ഇന്നത്തെ യുവജനങ്ങളുടെ കൈകളിൽ തന്നെയാണ്. എന്നാൽ ഇന്നത്തെ ഒരു സാഹചര്യം എന്താണ്? നമ്മുടെ ചുറ്റിലുമുള്ള നമ്മുടെ പള്ളികൾ ഒക്കെ ഒന്ന് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ യൂറോപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തനി ആവർത്തനം തന്നെ നമ്മുടെ പള്ളികളിലും സംഭവിക്കുന്നു. മിക്കവാറും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ച, ഭൂരിഭാഗം പേരും അവിടെ എത്തുന്നവര് പ്രായമായിട്ടുള്ളവരാണ്, ഞായറാഴ്ചകളിൽ ഒഴികെ. ഇനി ഞായറാഴ്ചകളിൽ തന്നെ നമുക്ക് നമ്മുടെ പള്ളികളിൽ അല്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവ സമുദായത്തിൽ വളർന്നു വരുന്ന ഒരു തലമുറ എടുത്ത് നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്കൊരു ലീഡർഷിപ്പ് ലെവലിലേക്ക്, അല്ലെങ്കിൽ നമുക്കറിയാം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളിയുടെ ഒരു കാര്യങ്ങളിലേക്ക് ഒരു കൈക്കാരനാകുക, അല്ലെങ്കിൽ ഒരു നമ്മുടെ സമുദായ സംഘടനകളുടെ നേതൃത്വത്തിലേക്കൊക്കെ വരിക, എന്താ പറയുക, ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു നേതാക്കളെ തട്ടി നടക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ അത്ര ക്വാളിറ്റി ഉള്ളവരെ തട്ടി നടക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയായിരുന്നു കുറെ വർഷങ്ങൾക്ക് മുമ്പ്. എന്നാൽ ഇന്നത്തെ ഒരു അവസ്ഥ അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത്തരം നിലയിലേക്ക് ഉയരാൻ സാധിക്കുന്നവർ അല്ലെങ്കിൽ വളരെ കുറവാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിൽ നടക്കുന്ന
വിദേശ കുടിയേറ്റം +2 എത്തുമ്പോൾ അല്ലെങ്കിൽ 10ാം ക്ലാസ് എത്തുന്നതിന് മുമ്പ് തന്നെ വിദേശത്തേക്കൊക്കെ പോകുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് അമൽ, ഇത്തരത്തിൽ നടക്കുന്ന ഈ യുവജനങ്ങളുടെ ഒരു ഈ കുടിയേറ്റം, അനിയന്ത്രിതമായിട്ടുള്ള കുടിയേറ്റം, യാതൊരു ലക്ഷ്യമില്ലാതെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കുടിയേറ്റം, അത് നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന്റെ ഭാവിയെ എത്രത്തോളം ഒരു ദോഷകരമായിട്ടാണ് ബാധിക്കുക? അത് ഫാർ റീച്ചിങ് ആയിട്ടുള്ള ഒരു കോൺസിക്വൻസ് അല്ലേ? അതായത് ഇന്നത്തെയൊക്കെ ഒരു തലമുറയൊക്കെ ഇവിടുന്ന് മണ്ണടിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സഭയെ അല്ലെങ്കിൽ സമുദായത്തെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കെൽപ്പില്ലാത്തവർ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരുടെ ഒരു അഭാവം തന്നെ എത്തരത്തിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഇവിടുത്തെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ സൃഷ്ടിക്കും ശ്രീ അമൽ? ഇത് എല്ലാവർക്കും തന്നെ, അതായത് ഈ ഇതുപോലെ ചിന്തിക്കുന്നവർക്ക് തെളിവായതും വെളിവായതുമായ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. പക്ഷെ ഇതിനെപ്പറ്റി എന്തുമാത്രം അവെയർ ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് സംശയാസ്പദമാണ് നമ്മുടെ സഭാതലങ്ങളിൽ. ഇത് പറയാൻ പറ്റുന്നതല്ല. അതായത് ഇപ്പം യൂറോപ്പിലേക്ക് യുവജനങ്ങൾ കുടിയേറി പോകുന്നു, അല്ലെങ്കിൽ മറ്റു സ്ഥലത്തേക്ക് കുടിയേറി പോകുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുടിയേറി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പ് പോലെയുള്ള നാടുകൾ ഗൾഫ് പോലെയുള്ള രാജ്യങ്ങളല്ല. അതായത് ഗൾഫിലെ നമ്മുടെ ഒരു ജോലിക്ക് ശേഷം തിരിച്ച് നാട്ടിൽ വന്ന് സെറ്റ് ചെയ്യാം, ആ രീതിയാണ് പലപ്പോഴും ഗൾഫ് ജോലികൾ നമ്മൾ കാണുന്നത്. അതേസമയം യൂറോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും ആൾക്കാർ പോകുന്നത് കുട്ടികളുടെ പഠനം, അതോടൊപ്പം തന്നെ ഒരു ജീവിതം കെട്ടിപ്പടുത്തുക എന്ന രീതിയിലേക്ക്, അവിടെ ഒരു സ്ഥിരതാമസക്കാരായി മാറുക എന്ന ലക്ഷ്യത്തോടുകൂടിയൊക്കെയാണ് പലപ്പോഴും യൂറോപ്പിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ നമ്മുടെ കേരളത്തിന്റെ ഒരു പശ്ചാത്തലം നോക്കുവാണെങ്കിൽ, നമ്മുടെ കേരള സർക്കാരിന്റെ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ഇറക്കുന്ന ആനുവൽ വൈറ്റൽ സ്റ്റാറ്റിക്സ് റിപ്പോർട്ടിനകത്ത് ഏറ്റവും അവസാനമായി ഇറങ്ങിയ 2021 റിപ്പോർട്ടില് കേരളത്തിൽ ജനിച്ചിരിക്കുന്ന ക്രിസ്ത്യൻ കുട്ടികൾ വെറും 59,000 പേരേ ഉള്ളൂ. അതേസമയം കേരളത്തിൽ മരിച്ചവരായിട്ടുള്ള ആളുകളുടെ എണ്ണം 2021 65,000 പേരാണ്. 65,000 പേര് 2021 കേരളത്തിൽ മരിച്ചപ്പോൾ വെറും 59,000 കുട്ടികൾ മാത്രമാണ് ക്രിസ്ത്യൻ കുട്ടികളായിട്ട് കേരളത്തിൽ ജനിച്ചിട്ടുള്ളൂ. അതായത് ഏകദേശം ഒരു 6,000-7,000 പേരുടെ കുറവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്രൈസ്തവ സമൂഹത്തിൽ 2021 മാത്രം സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അതായത് 7,000-6,000 ഒക്കെ ആയിട്ട് ഒരു വർഷത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മുടെ മറ്റൊരു ന്യൂനപക്ഷ സമുദായമായ ഇസ്ലാം സമൂഹമാണെങ്കിൽ, മുസ്ലിം സമൂഹങ്ങളാണെങ്കിൽ, അവിടെ 1,60,69,000 പേരാണ് അവിടെ 2021 ജനിച്ചത്. 1,69,000 പേര് ജനിച്ചപ്പം മരിച്ചത് വെറും 65,000 പേരെ മരിച്ചിട്ടുള്ളൂ. അപ്പൊ 1,00,000-ലധികം പേരുടെ വർധനവ് 2021 തന്നെ മുസ്ലിം സമുദായം അവിടെ രേഖപ്പെടുത്തിയപ്പോൾ 6,000-7,000 പേര് ക്രിസ്ത്യൻ സമുദായത്തിൽ കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഇന്നത്തെ കേരളത്തിന്റെ ഡെമോഗ്രാഫി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിലാണ് ഇവിടെ കുടിയേറ്റമായിട്ട് ഇവിടെ യുവജനങ്ങൾ മുഴുവൻ പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ മറ്റൊരു തലമുറ, ഇനിയൊരു തലമുറ കേരളത്തിൽ ഉണ്ടാകുന്നില്ല. ഒരു തലമുറ കുറവ് കേരളത്തിൽ സംഭവിക്കുന്നു. അങ്ങനെ ഒരു കുറവും കൂടെ കേരളത്തിൽ സംഭവിക്കുമ്പോൾ അതിഭീകരമായ രീതിയിലേക്കുള്ള ഒരു ക്രൈസ്തവ പോപ്പുലേഷൻ ഡിക്ലൈൻ സ്റ്റേജ് ആണ് കേരളം കാണാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡെമോഗ്രാഫിക് ചേഞ്ചുകളാണ് ഓരോ രാജ്യത്തെയും ഓരോ നാട്ടിലെയും പോളിസികളും ഗവൺമെന്റ് കാര്യങ്ങളെല്ലാം തന്നെ നിശ്ചയിക്കപ്പെടുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. കാരണം അവിടെ ജനാധിപത്യ രാജ്യത്ത് തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാർ ഭൂരിപക്ഷ വോട്ട് നേടിയാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ആ ഭൂരിപക്ഷ വോട്ടിന് ഏറ്റവും ആസ്പദമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെമോഗ്രഫിയാണ്. അതായത് കൂടുതൽ ജനങ്ങൾ ഏത് വിഭാഗത്തിലാണ്, അല്ലെങ്കിൽ കുറവ് ജനങ്ങൾ ഏത് വിഭാഗത്തിലാണ്, അതിനെയൊക്കെ ആശ്രയിച്ചാണ് അവിടെ ഒരു സർക്കാർ രൂപീകരണത്തിൽ വരുന്ന പാർട്ടികളുടെ വിജയത്തിലൊക്കെ വരുന്ന കാര്യങ്ങൾ. അപ്പം അങ്ങനെ വരുന്ന ഒരു അവസ്ഥയിൽ നാളെ കേരളത്തില് ക്രൈസ്തവർക്കെതിരായുള്ള പോളിസികൾ വന്നാലും ഇവിടെ നിശബ്ദമായി പോകുന്ന ഒരു സമൂഹമായി ക്രൈസ്തവ സമൂഹം മാറുമെന്നുള്ളതിൽ നമുക്ക് സംശയമൊന്നുമില്ല. ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തമായ തെളിവുകളും അതിനകത്തുണ്ട്. ഈവൻ ഞാനൊരു കാര്യം തുറന്നു പറയാം. അതായത് ഇപ്പം കഴിഞ്ഞ ഇലക്ഷൻ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ലത്തീൻ സഭയൊക്കെ കോൺഗ്രസ് സർക്കാരിനെ അല്ലെങ്കിൽ UDF-നെ ഒക്കെ വ്യക്തമായും തുറന്ന് പിന്തുണച്ച വേദികളും അവിടെയുള്ള ബിഷപ്പുമാരൊക്കെ ഈ UDF-നുള്ള ചെറിയ പിന്തുണ കൊടുക്കുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മൾ കാണുകയുണ്ടായി. പക്ഷെ അതേസമയം ഇവിടെ ഇപ്പോൾ ലത്തീൻ സഭയുടെ ഒരു പള്ളിയും അവിടെയുള്ള ധാരാളം ഇടവകക്കാരുടെ സ്ഥലം വഖഫ് പോലൊരു സംവിധാനം ഏറ്റെടുക്കുന്ന ഒരു വാർത്ത വന്നിട്ടും അവിടെ UDF-ഉം കോൺഗ്രസ് സംവിധാനവും എല്ലാം തന്നെ വഖഫിനെ പിന്തുണച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈവൻ വളരെ വേദനാജനകമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്ത്യൻ MP ആയ ഹൈബി ഈഡന്റെ ഒരു റിപ്പോർട്ട് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അതായത് ഇറക്കിയ ഒരു പത്രക്കുറിപ്പ് പോലെ ഒരു ലേഖനം കണ്ടു കാണുമായിരിക്കും. അതും കൃത്യമായി സർക്കാർ എംബ്ലത്തോടുകൂടെ തന്നെ പുള്ളി ഒതന്റിക് ആയിട്ട് അതോറിറ്റി ബേസ് ചെയ്തുകൊണ്ട് ഇറക്കിയിരിക്കുന്നതാണ്.
അപ്പൊ അതിൽ തന്നെ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്, ഇതെല്ലാം സംഘികളുടെ ഒരു വാർത്തയാണ് അല്ലെങ്കിൽ സംഘികൾ പ്രചരിപ്പിക്കുന്നതാണ് എന്ന രീതിയിലേക്കും, എന്നാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പുള്ളി കൃത്യമായി മൗനം പാലിക്കുകയും ചെയ്തുകൊണ്ടാണ് അതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ അതായത് ഒരു സഭാ സമൂഹമൊക്കെ കൃത്യമായും ഇലക്ഷനിലൊക്കെ ഒരു പിന്തുണ പോലെ കൊടുത്തിട്ട് പോലും അവരെ പരിഗണിക്കാത്ത അവസ്ഥയിലേക്ക് ഓക്കെ ഓക്കെ കേരളം ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നത് യെസ് യെസ് നമുക്ക് വളരെ വേദനാജനകമാണ്. ഇപ്പം ഓക്കെ ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ യുവജനങ്ങളുടെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ അതായത് ഈ യുവജനങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സംവിധാനത്തിന്റെ ആണെങ്കിലും സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതെ മുന്നോട്ട് യുവജനങ്ങളുടെ കൊണ്ടുപോകുന്നത്. പ്രതികരണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സംവിധാനത്തെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയോ അവിടെ മുന്നോട്ട് നയിക്കുന്നത്. അതാണ് ഒരു ശക്തി അല്ലെങ്കിൽ ഒരു ഓക്കെ ഓക്കെ സ്ട്രെങ്തിന്റെ ഒരു കാര്യം വരുന്നത്. ആ ഒരു ലാക്ക് നമ്മുടെ സമൂഹത്തിൽ ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കൃത്യമായി പ്രതികരിക്കാനായിട്ട് അങ്ങനെ ഒരു സംവിധാനം ഓക്കെ നമ്മുടെ ഓക്കെ ഇടയിൽ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതിനെ കൃത്യമായും മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്കാണ് നമ്മളിവിടെ പോകുന്നത്. ഓക്കെ ഓക്കെ ഇത് യൂറോപ്പിലും ഇതിന്റെ തന്നെ അലയലുകളാണ് സംഭവിക്കാനായിട്ടും സംഭവിച്ചത്. പോകുന്നത്. ഓക്കെ ഓക്കെ വ്യക്തമാണ്. ഞാൻ സമയപരിമിതി മൂലമാണ് ഇടപെടുന്നത്. ശ്രീ ജോസ്, രണ്ട് ചോദ്യം. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പം യൂറോപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അങ്ങ് വളരെ കൃത്യമായിട്ട് തന്നെ അങ്ങ് പങ്കുവച്ചു. ഇപ്പോൾ അതിൽ ജനങ്ങൾ മനം മടുത്തു തുടങ്ങി എന്നതിൻ്റെ ഒരു സൂചനയല്ലേ പ്രത്യേകിച്ച് യൂറോപ്പിലും പല രാജ്യങ്ങളിലും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ ഈ തീവ്ര വലതുപക്ഷം എന്ന് വിളിക്കുന്ന ഈ ഒരു പാർട്ടികൾ? ഒപ്പം തന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം ഇതാണ്, ഈ യൂറോപ്പിന് സംഭവിച്ച ഈ ഒരു അപജയത്തിന് പിന്നിൽ ഒരു അന്ധമായിട്ടുള്ള ഒരു സെക്കുലർ ചിന്താഗതി എത്രത്തോളം ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്? രണ്ട് ചോദ്യങ്ങൾ ശ്രീ ജോസ്. ആദ്യത്തേത് പറയുകയാണെങ്കിൽ ഇവര് തീവ്ര വലതുപക്ഷത്തിലേക്ക് പോകാനുണ്ടായ കാരണം അമിതമായ അഭയാർത്ഥി താലോലം നടത്തി ജർമ്മനിയിൽ ആളില്ലാത്തതിന്റെ പേരിൽ, അതായത് ജർമ്മൻ ജനത ഒരു ഡെമോഗ്രാഫിക്കൽ വീഴ്ചയിലേക്ക് വരാതിരിക്കാനുള്ള ഒരു പരിഹാരം എന്നോണം വിദേശികളെ ഇങ്ങോട്ട് കുടിയേറ്റി കഴിഞ്ഞ 8 കൊല്ലം കഴിഞ്ഞ് അവർക്ക് ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് കൊടുത്താൽ നമ്മുടെ ജനതയാകും എന്നുള്ള ഒരു വിശാലമായ കാഴ്ചപ്പാട് പക്ഷെ ഇവർക്ക് തന്നെ വിനയായി വന്നു. രണ്ടാമത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൽ ആരാണ് ശരിക്കുള്ള വിദേശി അല്ലെങ്കിൽ കുടിയേറ്റക്കാരൻ, ഇവൻ രാജ്യത്തിന് നല്ലതാണോ രാജ്യത്തിന് മോശമാണോ ഇല്ലയോ എന്ന് പറയാൻ മേലാത്ത ഒരു അവസ്ഥയിലേക്ക് ഈ സർക്കാരിന് നിൽക്കേണ്ടി വന്നു. അവർ ഇതുവരെയായിട്ടും ഇപ്പൊ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഷോൾസ് സർക്കാരിന് ഇവരിൽ ആരാണ് ശരിക്കുള്ള ഒരു വിദേശി, നമ്മുടെ രാജ്യത്തിന് നന്മ പകരുന്നത് ആരാണെന്ന് ഇവർക്ക് ഇപ്പോഴും തിട്ടമായിട്ടില്ല. ഞങ്ങളൊക്കെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ദേശത്തൂടെ നമ്മൾ അല്ലെ പ്രദേശത്തൂടെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് വിദേശിയാണ് എന്നുള്ള ഒരു തോന്നൽ നമുക്ക് ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മളെല്ലാം മറ്റുള്ളവരെ പോലെ ആക്കിയെടുത്തു ഇവരുടെ ഈ നടപടി മൂലം. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അഭയാർത്ഥികളായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന ഒരു സമ്പ്രദായമാണ് ഈ കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് ഇവിടെ സംഭവിച്ചത്. അതാണ് ഏറ്റവും വലിയ ഇവരുടെ അപജയം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഈ പറഞ്ഞ രീതിക്ക് നമുക്കൊരു മതത്തിനെ ബേസ് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ ജർമ്മനിയെ ഇസ്ലാമിസ്റ്റ് രാജ്യമായിട്ട് ഉണ്ടാക്കിയെടുക്കാനാണ് ഈ സിറിയയിൽ നിന്നും ഇറാഖിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും വന്ന ഈ അഭയാർത്ഥികൾ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും തെറ്റാവില്ല. കാരണം ഏതാണ്ട് 60കളുടെ തുടക്കത്തിൽ ഇവിടുത്തെ ഗാസ്റ്റ് ആർബൈറ്റർ, അതായത് നമ്മുടെ ബംഗാളികൾ കേരളത്തിൽ വന്നതുപോലെ ഇവിടെ ജോലിക്കായിട്ട് ആളിനെ കൊണ്ടുവന്ന തുർക്കിക്കാർ എന്ത് ശാന്തമായിട്ടും സന്തോഷമായിട്ടും അവർ മറ്റുള്ളവരുമായിട്ടും ജർമ്മൻകാരെ പോലെ ജീവിച്ച ഒരു 85% അങ്ങനെയായിരുന്നു. അവർക്ക് ജനിച്ച കുട്ടികളും ഏറ്റവും നന്നായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് അവർ മതത്തിന്റെ കാര്യം പറയാറില്ല, അല്ലെ അവർ പള്ളി പോയാൽ പോലും അവർക്ക് അങ്ങനെയുള്ള ഒരു പ്രതിപത്തി, മതത്തിനോട് കൂടുതലുള്ളൊരു ആഭിമുഖ്യം അവർ കാണിച്ചിരുന്നില്ല ഒരു കൂടുതൽ ശതമാനവും. പക്ഷേ ഈ വന്നവരൊക്കെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ മേർക്കൽ ഇങ്ങോട്ട് പോരെ, ഞാൻ ലോകത്തിന്റെ മൂട്ടി, അതായത് ലോകത്തിന്റെ മദർ, ലോകത്തിന്റെ അമ്മ എന്ന് ഞാനാകുന്നു എന്നും പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചു കയറ്റി കഴിഞ്ഞപ്പോൾ അവിടെയാണ് സംഭവിച്ച തെറ്റ്. അതൊരു വലിയ തെറ്റ് തന്നെയാണ്. അത് തിരുത്താനായിട്ട് അവര് രാജ്യത്തോടും ജനങ്ങളോടും മാപ്പ് പറഞ്ഞിട്ട് ആ മാപ്പിലൊന്നും ഒതുങ്ങി നിന്നില്ല ഇപ്പോഴത്തെ കുടിയേറ്റം. അതുപോലെ തന്നെ ഇത് യൂറോപ്യൻ യൂണിയനിലെ പ്രബല രാജ്യം എന്ന നിലയിൽ സാമ്പത്തികമായിട്ടും മറ്റു എല്ലാത്തിനും സാങ്കേതികമായിട്ടും മുൻ നിൽക്കുന്ന ഈ രാജ്യത്തിന് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. കാരണം യൂറോപ്യൻ യൂണിയൻ എല്ലാവരും തന്നെ ഈ ജർമ്മനിയെ ഒതുക്കാൻ നോക്കുകയാണ്. സാമ്പത്തികമായിട്ട് കുത്തി നിൽക്കുകയാണ് രാജ്യം.
അതുപോലെ തന്നെ ഇവർ കയറ്റുമതിയിൽ 10 വർഷമായിട്ട് വേൾഡ് മൈസറായിട്ട്, അതായത് ലോകത്തിലെ ഏറ്റവും ഉന്നതിയായിട്ട് നിന്ന ഗവൺമെന്റ് അല്ലെങ്കിൽ രാജ്യം ഇപ്പോൾ ആ തരത്തിൽ കൂപ്പുകുത്തി. ചൈനയൊക്കെ മറികടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇപ്പൊ ഈ ഏറ്റവും വലിയ കമ്പനി ഫോക്സ് വാഗനാണ്, ഇവിടുത്തെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ കമ്പനി. അവിടെ അവർ ഇപ്പോൾ ഏതാണ്ട് 1,00,000 പേരെ അവര് കുറച്ചുകൊണ്ട് അവരുടെ പുതിയ ഇന്ന് നിലയായിട്ട് ഭയങ്കര യുദ്ധം നടക്കുക തൊഴിലാളിയും മുതലാളിയായിട്ട്. അപ്പൊ ഇങ്ങനെ രാജ്യം പിന്നോട്ടടിക്കുന്ന ഒരു പോളിസി ഈ അഭയാർത്ഥി മൂലം ഇവർക്കുണ്ടായി. അതിന് ബദലായിട്ടാണ് AfD എന്ന് പറഞ്ഞ, അതായത് ആൾട്ടർനേറ്റീവ് ഫിയർ ഡോയ്ച്ച്ലാൻഡ് എന്ന് പറഞ്ഞ, അതായത് ജർമ്മനിക്ക് ബദലായിട്ട് തീവ്ര വലതുപക്ഷം വളർന്നു വന്നത്. ഇവരൊക്കെ മറ്റു പാർട്ടികളിൽ നിന്ന് അടർന്നു വീണ് ഇവർ 2013 അവരുടേതായിട്ടുള്ള ഒരു കൺസേണിൽ രൂപീകരിച്ച ഒരു പാർട്ടി ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ ട്യൂരിങ്ങൻ എന്ന് പറഞ്ഞ ഇവിടുത്തെ ഏറ്റവും കിഴക്കൻ ജർമ്മനിയിലെ ഒരു സംസ്ഥാനമാണ്, 16 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമാണ്. അവിടെ അവർ ഭരണത്തിലേക്ക് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുമായിട്ട് ആരും കൂട്ടുകൂടത്തില്ല. പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിട്ട് മാറിയെങ്കിൽ അത് ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ്. കാരണം അവർ പറയുന്നത് ഇമിഗ്രേഷൻ ആൻഡ് അസൈലം പോളിസിയിൽ അവർ പറയുന്നത് ഇവര് ജർമ്മൻകാർ മാത്രം മതി. അതേതായാലും നടക്കുന്ന കാര്യമല്ല. പക്ഷേ അവരൊക്കെ തന്നെ പറയുന്നത് നല്ല ആൾക്കാർ പോലും ഇനിയും വേണ്ട എന്നുള്ളതാണ്. അതൊക്കെ അതിൽ നമ്മൾ ഉൾപ്പെടുന്നുണ്ട്. ഈ അഭയാർത്ഥികളെ ഉൾപ്പെടുത്താതെ അവരെ പുറത്തു വിടാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ ഇതിൽ ലേബൽ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു വലിയ അടി. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയന്റെ നിയമങ്ങൾ ഇവർ പാലിക്കാൻ നിർബന്ധിതരാണെങ്കിലും രാജ്യത്തിന്റെ സുരക്ഷ ഇവർ നോക്കുന്നില്ല എന്നുള്ളതാണ് ഇവർക്ക് പറ്റിയ രണ്ടാമത്തെ വീഴ്ച. മൂന്നാമത് ഇവർ പറയുന്നത് ആഭ്യന്തര സുരക്ഷയാണ്. ഈ സുരക്ഷയിലുള്ള വീഴ്ചയാണ് ഇപ്പോൾ ഈ അടിക്കടി ഉണ്ടാകുന്ന കത്തി ആക്രമണവും അതുപോലെ മറ്റ് ബോംബ് സ്ഫോടനങ്ങളും ഒക്കെ തന്നെ. രണ്ടാമത് ഇസ്ലാമിനെ ഈ AfD എന്ന് പറഞ്ഞ പാർട്ടി ശരിക്കും വിമർശിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസത്തിൽ വർഷങ്ങളായിട്ട് ഇവിടെ നിലനിന്ന് പോകുന്ന ഇറാന്റെ കാശ് കൊണ്ട് ഇവിടെ പുട്ടടിച്ച് നടന്ന ഒരാൾ രാജ്യമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഹാംബുർഗിലെ പള്ളിയുടെ ഏറ്റവും വലിയ ഇസ്ലാമിക് പള്ളിയുടെ ഏറ്റവും വലിയ തലവനെ രാജ്യം വിടാനായിട്ട് ഇവർക്ക് ഇപ്പോഴാണ് തോന്നിയത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങോട്ട് സംഭവങ്ങളുടെ വെളിച്ചത്തിലാണ് വീണ്ടും നിയമമായി വരുന്നതെങ്കിലും ഈ നിയമത്തിന് തിരിച്ച് അധികം കാഴ്ചപ്പാടോടെ പുതിയതായിട്ട് നമ്മുടെ ആളുകൾക്ക് അതിലൊരു വിശ്വാസ്യത ഇല്ലാതെ പോകുന്നു എന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ പറയേണ്ടിയിരിക്കുന്നു. ഓക്കെ, അവസാനം ഒറ്റൊരു പോയിന്റ്, നമുക്ക് സമയം അതിക്രമിച്ചു, ചുരുങ്ങിയ വാക്കുകളിൽ അങ്ങേക്ക് ഒന്ന് പങ്കുവെക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ക്രിസ്ത്യൻ മൂല്യങ്ങളിൽ നിന്നുള്ള യൂറോപ്പിന്റെ ഒരു വ്യതിചലനം, അമിതമായ സെക്കുലർ ചിന്താഗതി, അമിതമായിട്ടുള്ള ഒരു ലിബറൽ ചിന്താഗതി, അത് എത്രത്തോളം ദോഷം ചെയ്തിട്ടുണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ? ജർമ്മനിയിലെ 25 ലക്ഷത്തിൽ കൂടുതൽ നമ്മുടെ കത്തോലിക്കരായിരുന്നു. അത് റോമൻ കത്തോലിക്കര്, അതുപോലെ തൊട്ടു താഴെ ഇവാഞ്ചലിക്കൽ ആൾക്കാരാണ്. ഇതിൽ നിന്നൊക്കെ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിലത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് കത്തോലിക്ക സഭയിൽ നിന്ന് 6 ലക്ഷത്തിൽ ആളുകൾ കൂടുതൽ സഭ വിട്ടുപോയി എന്നാണ് ഇവരുടെ ഔദ്യോഗിക കണക്കുകൾ പറയുന്നത്. അതുപോലെ തന്നെ ഇവാഞ്ചലിക്കൽ സഭയിൽ നിന്നും പോയിട്ടുണ്ട്. പക്ഷെ ഇത്രത്തോളമില്ല. അത് ഇവരുടെ കാഴ്ചപ്പാടിൽ മതം വേണ്ട, മതമില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാം. മതം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ മുൻകാലങ്ങളിലെ സഭയായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കേസുകൾ നടക്കുന്നുണ്ട്. ആൾക്കാര് ബാലന്മാരെ അല്ലെങ്കിൽ അതുപോലത്തെ മിസ്യൂസ് നടന്നത് ഒത്തിരി ഇവിടെ പിടിക്കപ്പെട്ടു, ശിക്ഷിക്കപ്പെട്ടു. ഇതെല്ലാം തന്നെ വെളിച്ചത്ത് പുറത്തു വിടേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ സഭയോടുള്ള ഒരു വിശ്വാസം ഇവർക്കില്ലാതായി. അത് പഴയ ആൾക്കാർക്കല്ല, പുതിയ ജനറേഷനാണ് അങ്ങനെ ഒരു സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ മൂല്യച്യുതി വന്നത് സഭയിൽ ഇരിക്കുന്ന അല്ലെ സഭ നയിക്കുന്ന ആളുകളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് പറഞ്ഞാൽ അതൊരിക്കലും തെറ്റാവില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ ആ ഒരു സഭാരീതി അല്ല ഇവിടെയുള്ളത്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ 9% പള്ളിക്കരം കൊടുത്തിട്ടാണ് നമ്മൾ ജോലി ചെയ്ത് ഇവിടെ ജീവിക്കുന്നത്. അപ്പൊ നമ്മുടെ പള്ളിയിലെ നമ്മുടെ കാര്യങ്ങൾ ഏറ്റുവിസിട്ട് നമ്മൾക്കത് കിട്ടും. അത് കൊടുത്തില്ല എങ്കിൽ അതിന് അർഹനല്ല. അപ്പൊ അതിന് നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ റോമൻ കാത്തലിക്കുന്ന നമ്മൾ നമ്മുടെ പാസ്പോർട്ടിലും അതുപോലത്തെ രേഖകളിലും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടാക്സ് കൊടുത്തേ മതിയാവും. അപ്പൊ അങ്ങനെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു രാജ്യത്ത് നമ്മുടെ പാരമ്പര്യം, ഇപ്പൊ സീറോ മലബാർ പറയുകയാണെങ്കിൽ നമുക്ക് ആ പാരമ്പര്യം ഉണ്ട്. പക്ഷെ ഇവിടുത്തെ നല്ല ആ ഒരു പള്ളിയിലെ അച്ചടക്കം നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്, നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട്. ഈ മൂല്യച്യുതി വന്നിരിക്കുന്ന ഇവിടുത്തെ ഇവിടെ ജനിച്ച്
സോറി, ഇവിടുത്തെ അതായത് ജർമ്മൻകാരുടെ പുതിയ ജനറേഷനിലാണ് ഇവർക്ക് പള്ളിയുമായിട്ട് വലിയ ബന്ധം. അല്ലെങ്കിൽ അവർ പള്ളിയിൽ പോകും, ക്രിസ്മസിനും പോവും, നമ്മുടെ ഈസ്റ്ററിനും പോവും. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പള്ളി ശൂന്യമാണ്. ഇവിടെ പ്രായമുള്ളവർ മാത്രമേ പള്ളിയിൽ പോകാറുള്ളൂ. അപ്പൊ അത് സഭയെ സംബന്ധിച്ച് സഭയിൽ ജർമ്മൻ സഭയിൽ തന്നെ ഒരു പുതിയ മാറ്റങ്ങൾക്ക് വേണ്ടി അവർ വാദിച്ചു. നമ്മുടെ മാർപ്പാപ്പായുടെ അടുത്ത് വത്തിക്കാനിൽ അത് ചെന്നു കഴിഞ്ഞിട്ട് അവിടുന്ന് സ്വീകാര്യത കിട്ടാഞ്ഞത് കൊണ്ട് ഇവർ ഒരു വശത്തൂടെ ഇവരത് നടത്തിയെടുത്തു. പക്ഷെ അതിലും ആൾക്കാര് വിശ്വാസം ഇല്ലാതായിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. യെസ്, വളരെ വ്യക്തമാണ്. ഒത്തിരിയേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, എന്നാൽ പോലും സമയപരിമിതി മൂലം ഇടപെടുന്നു. തീർച്ചയായിട്ടും വളരെ അതിഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് യൂറോപ്പിൽ നിലനിൽക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു വിദേശ കുടിയേറ്റം യൂറോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം മനസ്സിലാക്കുക, മിന്നുന്നതെല്ലാം പൊന്നല്ല. അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നടമാടിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ചർച്ചയിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഒരു ആശയമാണ് യൂറോപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേരളത്തിന്, പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് ചില പാഠങ്ങൾ കൃത്യമായി നൽകുന്നുണ്ട്. സമകാലിക സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിവേകത്തോടെ, ജാഗ്രതയോടെ പ്രതികരിക്കുവാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടി കേരളത്തിന് യൂറോപ്പ് ഇന്ന് നൽകുന്നുണ്ട്. ഇന്ന് ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ മെൽവിൻ വെള്ളയ്ക്കക്കുടിയിൽ, ഒപ്പം തന്നെ ജർമ്മനിയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകൻ ശ്രീ ജോസ് കുമ്പളവേലി, ഒപ്പം യുവജന പ്രതിനിധി ശ്രീ അമൽ സിറേഖ്, 3 പേർക്കും നന്ദി.